അല്ലാഹു ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ആരാണ്? അല്ലാഹു എമ്പാടും റഹ്മത്ത് ചെയ്യുന്നവനാണ്, ഈ ലോകത്തും പരലോകത്തും. അപ്പൊ അല്ലാഹുവിന്റെ നിഅമത്തുകളാ. അല്ലാഹു എന്ന് പറയുമ്പോഴത്തേന് അല്ലാഹുവിന്റെ നിഅമത്തുകൾ നീ പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് ഓരോരുത്തർക്കും അറിയാലോ. അല്ലാഹുവിന്റെ നിഅമത്ത് എന്തൊക്കെയാണെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാത്ത റഹ്മത്ത് കൊണ്ട് അടിമയെ മൂടുന്നവനാണവൻ. അറ്റമില്ലാത്ത റഹ്മത്ത് കൊണ്ട് പരലോകത്തെ അടിമക്ക് ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുന്നവനാണവൻ. അപ്പോൾ അതറിഞ്ഞ അടിമ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തുകൊണ്ട് ആ പഴയ വിശുദ്ധി, നോമ്പ് കാലത്തെ വിശുദ്ധി നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ കാര്യം അള്ളാഹുവിന്റെ നിഅമത്തിലേക്ക് തിരിച്ചു പോകണം. അള്ളാഹുവിന്റെ നിഅമത്തിനെ നമ്മൾ അറിയണം. ഓരോ നിഅമത്തിനെയും അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ, കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വാർത്ത, ഏറ്റവും വലിയ വാർത്തയുടെ ഖിയാമത്ത് നാളാണ്. അതിനെപ്പറ്റി തുടങ്ങാം. അള്ളാഹുവിനെ നമ്മൾ അറിയാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവനിലുള്ള ആത്മാരാധനയുടെ രസവും ത്വാഅത്തിന്റെ രസവും മനസ്സിലാക്കാൻ പോകുന്നത്. അള്ളാഹുവിനെ അറിയുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ത്വാഅത്ത്, അവന് ആരാധന എന്ന് പറഞ്ഞത് വളരെ രസകരമായൊരു സംഗതിയായിരിക്കും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ജീവിത വിഭവങ്ങൾ വളരെ കുറവാണ്. പക്ഷെ അവർ വളരെ ഹാപ്പിയാണ്, നമ്മെപ്പോലെയല്ല. ദാരിദ്ര്യം അവരുടെ കാലഘട്ടത്തിലും ഉണ്ടല്ലോ എന്ന് ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ആ സാധുവിനോട് പറഞ്ഞിട്ടുള്ള ഒരു മറുപടിയാണ് സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ദാരിദ്ര്യവും അവരുടെ ദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചിട്ട് വീണ്ടും നമ്മൾ ദരിദ്രരായി പോകുന്ന കാര്യമാണ്. അതേ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമായ കാര്യം ദുനിയാവ് അന്വേഷിക്കലായിരുന്നില്ല. അവർ ആരാധനയുടെ ഒരു ലബ്ധത്തിലായിരുന്നു, അതിൻ്റെ രസത്തിലായിരുന്നു. ഈ ആരാധനയുടെ രസത്തിൽ നിന്ന് വിട്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു വേള എന്തെങ്കിലും ഒരു അബദ്ധം അവരിൽ നിന്ന് സംഭവിക്കുമ്പോഴത്തിന് അതിന് ഇരട്ടി അവർ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് പൊട്ടിക്കരഞ്ഞ ആയുസ് മുഴുവൻ അള്ളാഹുവിലേക്ക് വീണുപോകും. എന്താണ് ഇതിന് അവർക്കത് കഴിയുകയും നമുക്ക് കഴിയാതെ പോവുകയും ചെയ്തതിൻ്റെ യഥാർത്ഥം മനസ്സിലാകും. നമ്മൾ ചില ആളുകൾ പറയും കാലഘട്ടം ദുഷിച്ചു പോയില്ലേ, ഖിയാമത്ത് അടുത്തു പോയില്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ പറഞ്ഞു ഒഴിയേണ്ട ഒരു വിഷയമല്ല ഈ വിഷയം. ഇതിൻ്റെ മർമ്മം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞത് നമുക്ക് കഴിയാതെ പോകുന്നത്? അവർക്ക് കഴിഞ്ഞത് നമുക്ക് കഴിയാതെ പോകുന്നത് അവർക്ക് ലഭിച്ച ഒരു അടിസ്ഥാനം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. അവർക്ക് അള്ളാഹുവിനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞു. അറിഞ്ഞു തന്നെ പറയേണ്ടത്. ഇബാദത്ത് എന്നത് അതിൻ്റെ ഒരു ആന്തോളനമാണ്. അത് പിന്നീട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ആ അടിമക്ക് പിന്നീട് ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇബാദത്തിൽ പൂണ്ടുപോകും. അതാണ് സത്യത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ എന്നാണ്. മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. 3 കാര്യമുണ്ടെങ്കിൽ അവർക്ക് ഈമാൻ വളരെ മധുരകരമായ സംഗതിയാവും. 3 കാര്യമുണ്ടെങ്കിൽ ഈമാൻ മധുരമായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം പറഞ്ഞത് മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും അവന്റെ റസൂലും മറ്റാരെക്കാളും അവർക്ക് സ്നേഹമായി തീരുക. അവരോട് ഈ ലോകത്തെ ആരെക്കാളും സ്നേഹം അല്ലാഹുവിനോടും റസൂലിനോടും ആവുക. മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവിനോടും റസൂലിനോടും ആവുക സ്നേഹം, മറ്റാരെക്കാളും. ഈ ഒരു അടിത്തറയിലാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നിലകൊള്ളുന്നത്, മുൻഗാമികളായ സുലഹാക്കൾ നിലകൊള്ളുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും റമളാനാണ്, അവർക്ക് എന്നും ലൈലത്തുൽ ഖദ്റാണ്. ബഹുമാനപ്പെട്ട ആരിഫീങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ എന്നാൽ അവർക്ക് എന്നും ലൈലത്തുൽ ഖദ്റാണ്. എല്ലാ ദിവസവും ലൈലത്തുൽ ഖദ്റാണ്. എല്ലാ ദിവസവും അവർക്ക് അറഫയാണ്. എല്ലാ ദിവസവും അവർക്ക് ഹജ്ജാണ്. എല്ലാ ദിവസവും അവർക്ക് അള്ളാഹുവിൻ്റെ ആ പ്രത്യേകമായ മുനാജാത്തിലാണ്. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിൻ്റെ ലദ്ദത്തിലാണ്, ആ സ്നേഹത്തിൻ്റെ ലദ്ദത്തിലാണ്. നമ്മൾ ആരാധന എന്ന കൽപ്പന ചെയ്യുകയാണ്. പക്ഷേ അതേ സമയത്ത് അള്ളാഹുമായുള്ള ലദ്ദത്ത്, ആ രസം അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നോമ്പിൻ്റെ സ്വഭാവം ഒന്നും നോമ്പ് കഴിഞ്ഞാൽ സ്വഭാവം മറ്റൊന്നുമാകുന്നത്. ഇത് വളരെ കൃത്യമായി നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം.
നോമ്പ് കാലത്ത് പോലും നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞല്ല ഇബാദത്ത് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറഞ്ഞപ്പോൾ ആ പുണ്യങ്ങളുടെ പൂക്കാലത്തിൽ കുറച്ച് പുണ്യം കിട്ടണമെന്ന് മാത്രമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അല്ലാതെ അള്ളാഹുവിനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യുക എന്ന താല്പര്യം അന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ നോമ്പ് കഴിയാൻ നിന്നു. നോമ്പ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ പറയുന്നതായി ഞാൻ കേട്ടു, ഇനി ഏതായാലും പകലൊന്ന് ഭക്ഷണം കഴിക്കാലോ എന്ന്. നോമ്പും കഴിഞ്ഞു. അപ്പം നോമ്പ് നോക്കാത്ത ആളൊന്നുമല്ല, നോമ്പിൽ താല്പര്യമുള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷെ നോമ്പ് കഴിഞ്ഞപ്പോൾ പറയാ, ഒരു മാസം ഇവിടെ എങ്ങനെയാ കഴിഞ്ഞുകൂടിയത്, ഇനി ഒന്ന് പകലിൽ നമുക്ക് ഭക്ഷണം കഴിക്കാലോ എന്ന ഒരു നിർവൃത്തി, ഒരു താല്പര്യം, ഒരു നിർവൃത്തി. അപ്പം എന്താ ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഇതൊരു നമുക്കൊരു കടമ്പ പോലെ ചെയ്യാണ്. ഒരു റമദാൻ മാസം അങ്ങോട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത റമദാൻ വരെയുള്ള എല്ലാ കാര്യം ക്ലിയറായി എന്ന ധാരണയിൽ നമ്മളിത് ചെയ്യാണ്. ഒരു പുണ്യങ്ങളെ പൂക്കാലം എന്ന് പറയുമ്പോൾ ആ പുണ്യം നേടുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗം നേടുക, പുണ്യം നേടുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അതിനൊരു പറ്റിയ കാലമായതുകൊണ്ട് ആ കാലത്ത് നമ്മളൊന്ന് തയ്യാറായി എന്നേ ഉള്ളൂ. മൻസാമ റമളാന മൻഖാമ റമളാന പോലെയുള്ള ഹദീസും അതിൻ്റെ അർത്ഥങ്ങളും കേട്ടപ്പോൾ ആ സൗമിനും ആ ഖിയാമിനും നമ്മൾ തയ്യാറായത് ആ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ മാത്രമാണ്. അല്ലാതെ അള്ളാഹുവിനെ അറിയാനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടേ ഇല്ല. അള്ളാഹുവിനെ അറിയാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ അള്ളാഹുമായുള്ള സ്നേഹം വർദ്ധിക്കും. അള്ളാഹുമായുള്ള സ്നേഹം വർദ്ധിച്ചാലോ, അള്ളാഹുമായി സ്നേഹം വർദ്ധിച്ചാൽ പിന്നെ ഒരിക്കലും അവന് വിട്ടുപോകാൻ കഴിയില്ല. അത്രയും അവന് ഇബാദത്തിൽ തൽപരനായി മുന്നോട്ട് പോകും. അള്ളാഹുവിനെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഇനിയിപ്പോൾ വയസ്സൊക്കെ 10, 40, 50, 60 കൊല്ലം ഇനിയിപ്പോൾ ഓതാൻ പോകുന്നത് എന്താ, എങ്ങനെ കഴിയുക? അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം അള്ളാഹുവിന്റെ നിഅമത്തിനെ അറിയലാണ്. അള്ളാഹു ചെയ്ത നിഅമത്തിനെ അറിയൽ, ആ നിഅമത്തിന് നമ്മൾ വില വെക്കണം. ആ നിഅമത്തിന്റെ ഗൗരവവും അതിന്റെ വിലയും അതിന്റെ അനർഘമായ മഹത്വവും മനസ്സിലാക്കണം. എന്നാൽ അള്ളാഹുവിനോട് നമുക്ക് നന്ദി ഉണ്ടാവും. അള്ളാഹുവിന്റെ നിഅമത്തിനെ അറിയുക. നിഅമത്ത് കിട്ടുമ്പോൾ ശുക്ർ ചെയ്യുന്ന വാക്കുകൊണ്ടാണല്ലോ ഖുർആൻ. ഒരു നിഅമത്ത് അറിയിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ എന്നാൽ എന്താണ്? അത് അള്ളാഹുവിന്റെ നിഅമത്തിനെ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള നിഅമത്തിനെ എണ്ണി പറഞ്ഞ ഒരു ഗ്രന്ഥമാണ്. അതിൽ ശുക്ർ അവൻ സമർപ്പിച്ചിട്ടുണ്ട്, ശുക്ർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ശുക്രിനെ പറയുന്നതിനേക്കാൾ കൂടുതൽ നിഅമത്തുകളാണ് പറഞ്ഞത്. ആ നിഅമത്തിനെ അറിഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞു. ചിന്തിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ നിഅമത്താണ് ദുനിയാവിലെ റഹ്മത്തും ആഖിറത്തിലെ റഹ്മത്തും. അത് അറിഞ്ഞപ്പോൾ അടിമ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. നീ അത് നമുക്കതിന്റെ വഴി ചിന്തിച്ചു നോക്ക്. അല്ലാഹു ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ആരാണ്? അല്ലാഹു എമ്പാടും റഹ്മത്ത് ചെയ്യുന്നവനാണ്, ഈ ലോകത്തും പരലോകത്തും. അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്തുകളാ. അള്ളാഹ് എന്ന് പറയുമ്പോഴത്തേനും അള്ളാഹുവിന്റെ നിഅമത്തുകൾ നീ പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് ഓരോരുത്തർക്കും അറിയാലോ. അള്ളാഹുവിന്റെ നിഅമത്ത് എന്തൊക്കെയാണെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാത്ത റഹ്മത്ത് കൊണ്ട് അടിമയെ മൂടുന്നവനാണവൻ. അറ്റമില്ലാത്ത റഹ്മത്ത് കൊണ്ട് പരലോകത്തെ അടിമക്ക് ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുന്നവനാണവൻ. അപ്പോൾ അതറിഞ്ഞ അടിമ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തുകൊണ്ട് ആ പഴയ വിശുദ്ധി, നോമ്പ് കാലത്തെ വിശുദ്ധി നമുക്ക് നിലനിർത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ കാര്യം അള്ളാഹുവിന്റെ നിഅമത്തിലേക്ക് തിരിച്ചു പോകണം. അള്ളാഹുവിന്റെ നിഅമത്തിനെ നമ്മൾ അറിയണം. ഓരോ നിഅമത്തിനെയും അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ, കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വാർത്ത, ഏറ്റവും വലിയ വാർത്ത ഏതാ? ഖിയാമത്ത് നാളാണ്. അതിനെപ്പറ്റി തുടങ്ങാം. അമ്മ യതസാഅലൂന അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ കല്ലാ സയഅലമൂന സുമ്മ കല്ലാ സയഅലമൂൻ. എന്നിട്ട് പറയാം അലം നജഅലിൽ അർള മിഹാദ. വാർത്തയെ പറ്റി പറഞ്ഞു. ഏറ്റവും വലിയ വാർത്ത എന്താണ്? ഏറ്റവും വലിയ അമ്മ യതസാഅലൂന അനിൻ നബഇൽ അളീം. എന്തിനെ കുറിച്ചാണ് അവർ പരസ്പരം സംസാരിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? ഏറ്റവും വലിയ വാർത്തയെ പറ്റിയല്ലേ? അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അവർ ഭിന്നാഭിപ്രായക്കാരായ കാര്യം അത് സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിയൂരാൻ നോക്കുന്നു അവർ. എന്നാൽ അവർക്ക് പിന്നീട് കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് പിന്നെ അല്ലാഹു തആല നിഅമത്തുകളെ എണ്ണി പറയാ. അലം നജഅലിൽ അർള മിഹാദ. ഈ ഭൂമിയെ നിങ്ങൾക്കൊരു കളിത്തൊട്ടിൽ പോലെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നില്ലേ?
വൽജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ആണിയാക്കി നിർത്തി തന്നില്ലേ. വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. നിഅമത്തുകൾ എണ്ണി 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 പറയാണ്. ഈ ഭൂമിയെ നിങ്ങൾക്ക് കളിത്തൊട്ടിലാക്കി തന്നില്ലേ, നിങ്ങൾക്ക് പർവ്വതങ്ങളെ ആണിയാക്കി തന്നില്ലേ, നിങ്ങളെ ഇണകളാക്കി സംവിധാനിച്ചില്ലേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കിനെ തന്നില്ലേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു രാത്രിയെ ഒരു ഉടയാട പോലെയാക്കി തന്നില്ലേ, നിങ്ങളെ മേൽ മൂടി തന്നില്ലേ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുകളിൽ ഒരു കത്തിജ്വലിക്കുന്ന സൂര്യനെ തന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് മേഘക്കൂട്ടങ്ങളെ തന്നില്ലേ, ആവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം തന്നില്ലേ, പിന്നെ തോട്ടങ്ങളും സൗകര്യങ്ങളും സസ്യങ്ങളും ലതാദികളും വൃക്ഷങ്ങളും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന മനോഹരമായ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ. ഇത് നിഅമത്തുകൾ എണ്ണി എണ്ണി പറയാം. അവസാനത്തെ 30-ാമത്തെ ജുസ് ആണല്ലോ അമ്മയിൽ നിന്ന് തുടങ്ങുന്നത്. അമ്മ പറയാണ്, എന്താ പറയുന്നത്? നിഅമത്തുകൾ പറയാ, ഒക്കെ നിഅമത്തുകൾ പറയാ. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് പറയാ. ആദ്യമായി അല്ലാഹു തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും. നിങ്ങൾ അവിടെ തന്നെ ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു ആദ്യമായി ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറ 21-ാമത്തെ ആയത്തിലാണ് ഇബാദത്തിനെ കൽപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസു, മനുഷ്യരെ, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും, നിങ്ങൾ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. എന്നിട്ട് പറയാണ് എന്ത്? അല്ലദീ ഖലഖക്കും, അവനല്ലേ നിങ്ങളെ സൃഷ്ടിച്ച് ഈ നിഅമത്ത് നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു തന്നില്ലേ. അപ്പോൾ നിഅമത്ത് എണ്ണി പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പറയുന്ന ഉടനെ തന്നെ നിഅമത്തിനെ ഓർമ്മപ്പെടുത്തുക. ഇതിനൊരു അവസാനത്തെ ജുസായ അമ്മയിലും പറയുന്നത് അത് തന്നെയാണ്. നിഅമത്തുകൾ എണ്ണി പറയാ, എല്ലാ സ്ഥലത്തും നിഅമത്തുകളെ എണ്ണി പറയാ, എവിടെയും നിഅമത്ത് എണ്ണി പറയാ. നിങ്ങൾ ചിന്തിക്കുക, ബഹുമാനപ്പെട്ട ഖുറൈശികളെ പറ്റി പറഞ്ഞെടുത്ത് ഖുറൈശികൾ ഇബാദത്ത് കഅബാലയത്തിന്റെ രക്ഷിതാവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ പറഞ്ഞില്ല? ഇലാഫി ഖുറൈശി ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ്. വിശപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം തന്നവനായ അള്ളാഹുവിനെ ആരാധിച്ചോളൂ. ആമനഹും മിൻ ഖൗഫ്, എല്ലാവിധ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് നിർഭയത്വം നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിച്ചോളൂ. അവിടെ നിഅമത്തിനെ എണ്ണി പറയാം. അപ്പോൾ അള്ളാഹുവിനെ ശരിക്കും ആരാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നിഅമത്തിനെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയേയില്ല. ഇനി ഈ വിഷയത്തിൽ നമ്മുടെ കാര്യം എന്താ? അവിടത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം. നമ്മുടെ കാര്യം എന്താ? നമ്മൾ ഇല്ലായ വല്ലായ പറഞ്ഞിട്ട് ഇല്ലായ വല്ലായ ഇല്ലാ വല്ല എന്ന വർത്തമാനം പറഞ്ഞ് സത്യത്തിൽ നമ്മുടെ ആത്മാവ് പോലും പുറകോട്ട് സഞ്ചരിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളും ആയ ആളുകളുടെ ഒരു മനസ്സന്നെ അങ്ങനെയാണ്. നമ്മളെ ആത്മാവ് വളരെ അടിയിലേക്ക് പോയി, പുറകോട്ട് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല സമുന്നതമായ ഒരു ആത്മാവ് നമുക്ക് തന്നെ. ആ ആത്മാവിനെ നമ്മൾ ഗ്രഹണം ബാധിപ്പിച്ചു. ആ ആത്മാവിന് സ്വയം ഗ്രഹണം വന്നതല്ല, നമ്മൾ ആ ആത്മാവിന് ഗ്രഹണം കൊടുത്തതാണ്. ഉദിച്ചു പൊങ്ങി വന്ന ഒരു ആത്മാവിനെ നമ്മളായി ഗ്രഹണത്തിലാക്കി. എന്തുകൊണ്ട്? നിഅമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ നേരെ നിഅമത്തില്ലായ്മയാണ് നമ്മൾ ആത്മാവിനെ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനത്തെ ഒരാൾക്ക് അള്ളാഹിനെ അറിയാൻ കഴിയില്ല. അള്ളാഹിനെ അറിയാത്ത ഒരാൾക്കാലത്തോളം നമ്മൾ ആടല് നിസ്കാരം കേവലം ആടലായി മാറും, നോമ്പ് കേവലം ഒരു പട്ടിണി കിടക്കലായി മാറും, ഹജ്ജ് കേവലം ഒരു വിരുന്ന് യാത്ര പോലെയാകും എന്നതിനപ്പുറം ഒരു കാരണവശാലും സക്കാത്ത് ഒരു ചടങ്ങാവും എന്നതിനപ്പുറം ഒന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയതിന് നേരെ പുറകോട്ടാണ് നമ്മൾ പോയത്. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു. എവിടെയും ഏത് അധ്യായം നിങ്ങൾ എടുത്തു നോക്ക്. അൽ ബഖറയിൽ നിങ്ങൾ ആ എണ്ണ നോക്കി നിങ്ങൾ ചിന്തിക്കുക. ഇസ്രായേലി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അള്ളാഹുവിനെ ഓർക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഓർമ്മപ്പെടുത്തുന്നത് എന്താ? അനുഗ്രഹം. യാ ബനീ ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. ഓർക്കാതെ അഥവാ ഉത്സാരം എന്താ? നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ മനസ്സിലായിട്ടില്ല, ആ നിഅമത്തിനെ നിങ്ങൾ ഓർത്തിട്ടില്ല, ആ നിഅമത്തിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖറബാകാനും കഴിയൂല. ഒരു സെക്കൻഡിൽ നിങ്ങൾ അകന്നു പോവുക ചെയ്യുന്നത്. മുൻഗാമിയും പിൻഗാമിയുള്ള വ്യത്യാസം എന്താ? മുൻഗാമിക്ക് അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് വല്ലാത്ത ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്യാം. പട്ടിണി കിടന്നാൽ പട്ടിണി അറിയൂല. പട്ടിണി കിടന്നാൽ പട്ടിണി അറിയൂല. എങ്ങനെ പട്ടിണി അറിയും? അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർക്കുന്ന ഒരു അടിമക്ക് അത് തന്നെ മതിയല്ലോ. ആ അടിമക്ക് പട്ടിണി അറിയൂല. നേരെ മറിച്ച് ഇല്ലായ വല്ലായിൽ ജീവിക്കുന്ന ഒരാള് പിറ്റേന്ന് അതും കിട്ടിയിട്ടില്ലെങ്കിൽ പറ്റ ഡൗൺ ആയി പോവും. ഈ സ്വഭാവത്തിലാണ് നമ്മളെ ആരാധനകൾ ഒരു ആട്ടമായി മാറാനുള്ള അടിസ്ഥാന കാരണം. അതാണ് എല്ലാവരും ഇത് വളരെ ഒന്നാമത്തേതിന്റെ രണ്ടാം ഭാഗം ഇത് കഴിഞ്ഞ 5 മിനിറ്റ് കൊണ്ട് ഞാൻ രണ്ടാം ഭാഗത്തേക്ക് തുടങ്ങും. ഇത് ഒന്നാമത്തെ ഭാഗം വളരെ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നിഅമത്തിനെ മനസ്സിലാക്കാതെ നമുക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയില്ല. എവിടെയും അള്ളാഹു നിഅമത്തിനെ ഓർമ്മപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട സൂറത്തു യാസീൻ എത്ര സ്ഥലത്താണ് നിഅമത്തിനെ ഓർമ്മപ്പെടുത്തിയത്? എത്ര സ്ഥലത്ത്? ഇങ്ങനെ തുടങ്ങിയിട്ട് എവിടെ തുടക്കം ഒടുക്കം മധ്യം അവസാനം എവിടെയും ഏതൊന്നിനൊരു ഹൃദയമുണ്ട്. ഖുർആന്റെ ഹൃദയം യാസീൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ. ആ യാസീനിൽ പോലും അള്ളാഹിന്റെ നിഅമത്തുകൾ എണ്ണി 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 പറഞ്ഞിരിക്കുകയാണ്. എല്ലാ അധ്യായത്തിന്റെയും ഉൾഭാഗത്തേക്ക് ചെന്ന് നോക്കിയാൽ പ്രത്യക്ഷമായി തന്നെ ഇഷ്ടം പോലെ നിഅമത്തുണ്ട്. പരോക്ഷമായി നമ്മളതിന്റെ ബാത്തിനിലേക്ക് ഇറങ്ങിപ്പോയാലോ നിഅമത്തുകളുടെ ഒരു കൂമ്പാരമാണ് എവിടെയും നിഅമത്ത്. അള്ളാഹുവിന്റെ നിഅമത്ത് 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 തന്നെ. അള്ളാഹുവിന്റെ നിഅമത്ത് തന്നെ. അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർമ്മപ്പെടുത്തുക. എവിടെയും അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർമ്മപ്പെടുത്തുക. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ നിഅമത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തും. അത് ഒന്നാമത്തെ ദിവസം മുതൽ പറഞ്ഞില്ലേ? പരിശുദ്ധ ഖുർആൻ തുറക്കുന്ന ഒരാൾക്ക് അള്ളാഹു തആല റഹ്മാൻ റഹീമാണെന്ന് പറയാം. അത് നിഅമത്തിനെ ഓർമ്മപ്പെടുത്തുക. ആ അത് ഓർമ്മപ്പെടുമ്പോൾ അടിമ മോമിനാണോ? മോമിൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിരിക്കും. അത് മനസ്സറിഞ്ഞ പറയലുമാണ്. ഖുർആൻ അള്ളാഹിന്റെ നിഅമത്ത് കൊണ്ടാണ് തുടങ്ങിയത്. ഖുർആനിലെ എല്ലാ അധ്യായത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്താ. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അവസാനത്തെ അധ്യായം എന്താ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നവനായ അള്ളാഹു. അള്ളാഹിന്റെ നിഅമത്താണത്. അവസാനത്തെ അധ്യായം തുടങ്ങിയതും നിഅമത്തുണ്ടാ. ആദ്യത്തെ അധ്യായം തുടങ്ങിയതും നിഅമത്തുണ്ടാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ ആയത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. വീണ്ടും പറഞ്ഞു റബ്ബിൽ ആലമീൻ നിഅമത്ത്. റഹ്മാനിർ റഹീം നിഅമത്ത്. മാലികി യൗമിദ്ദീൻ നിഅമത്ത്. ഇയ്യാക നഅബുദു അതിന് നിഅമത്ത്. വഇയ്യാക നസ്തഈൻ അത് നിഅമത്ത് ആവശ്യപ്പെടല്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നിഅമത്ത്. ഹിദായത്ത് എന്നൊരു സംഗതി നൽകിയത് നിഅമത്ത്. ഹിദായത്ത് ചോദിക്കുന്ന നിഅമത്തിന് ആവശ്യപ്പെടുകയാണ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം നിഅമത്ത്. അത് വ്യക്തമാക്കി പറഞ്ഞു നിഅമത്ത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്തുമാണ്? നിഅമത്തിനെ മനസ്സിലാക്കാത്ത പുറകോട്ട് പോയ ആളുകൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായ ഒരു കാര്യം പറയാണ്. എന്ത്? നമ്മുടെ ഈ ഇല്ലായ്മ വല്ലായ്മ പറയുന്ന വർത്തമാനം അവസാനിപ്പിക്കണം. ഇല്ലായ്മ വല്ലായ്മ പറഞ്ഞ് നടക്കുന്ന ആൾക്ക് ഒരു കഥകളി പോലെ അല്ലാതെ നിസ്കരിക്കാൻ കഴിയേയില്ല. ഒരിക്കലും കഴിയില്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഏർപ്പാടായി നടത്താൻ നമ്മൾ ഒരു ഇല്ലായ്മ വല്ല ആരെ കണ്ടാലും എന്തായാലും ഇത് മലയാളികളെ ഒരു ദുസ്വഭാവമായി അധപ്പതിച്ചു പോയിട്ടുണ്ട്. അതൊന്ന് നിർത്തന്നെ വേണം. അത് നിർത്താതെ ഇല്ലായ്മ വല്ലായ്മ പറയുന്നത് നിർത്തണം. ഒരുത്തനോട് ഇല്ലായ്മ വല്ലായ്മ കണ്ടവരോട് മുഴുവൻ പറഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? ഇവിടെ നമ്മൾ സത്യത്തിൽ അറബികളെ കണ്ടു പഠിക്കണം. അറബികൾ എന്തൊക്കെയാണെങ്കിലും അവർ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അവരെ കണ്ടു പഠിക്കണം. അവരെന്ത് കൈഫലഹാൽ ഒരാളെ ഒരു കൈഫലഹാൽ ഒരു ചില രീതികളുണ്ട് അവർക്ക്. സലാം പറഞ്ഞ് വൃത്തിയായി സലാം പറഞ്ഞ് സലാം അടിക്കും. ഇതാണെങ്കിൽ സലാം പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലൈക്കും സലാം. ഉടനെ പറയും കൈഫലഹാൽ. എന്തൊക്കെ അവസ്ഥ? ഒരാൾ അന്വേഷിക്കുക. ഉടനെ പറയും. തിരിഞ്ഞു പോകുന്നില്ല. എന്താണെങ്കിലും അറിഞ്ഞവനും അറിയാത്തവനാണെങ്കിലും അറബി അസ്സലാം പറഞ്ഞ് ഇടയ്ക്കൽ ഉടനെ പറയും കൈഫലഹാൽ. അപ്പോൾ അടുത്ത ആൾ പറയും, അനുവാചകൻ പറയും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് റിസ്ഖു അലല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു കരീം. നിങ്ങൾ ചിന്തിക്കുക. ആ ജനത ഒന്നുമല്ലാത്തൊരു ജനത ലോകത്ത് എന്നും ശ്രദ്ധാപാത്രമാണ്. ഇന്നും അവരെന്നെയാണ്, നാളെ അവരെന്നെയായിരിക്കും. ഈ ലോകം അവസാനിക്കുന്നത് വരെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രം അറബികളായിരിക്കും. ഈ ലോകം അവസാനിക്കുന്നത് വരെ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രം അറബികളായിരിക്കും. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹുവിന്റെ നിഅമത്തിനെ പറ്റി ബോധമുണ്ട്. അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായ സത്യമാണ് പറയുന്നത്. അടിസ്ഥാനപരമായ സത്യം പറയാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഒരാൾക്ക് നോമ്പ് കഴിഞ്ഞു,
നല്ല നിലക്ക് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അള്ളാഹിന്റെ നിഅമത്തിനെ പറ്റി ബോധവാന്മാരാകണം. അള്ളാഹിന്റെ നിഅമത്തിനെ പറ്റി ബോധവാന്മാരാകണമെങ്കിലോ, അള്ളാഹിന്റെ നിഅമത്തിനെ പറ്റി ബോധവാന്മാരാകണമെങ്കിൽ നമ്മൾ ആദ്യമായി നമ്മുടെ ഇല്ലായ്മ വല്ലായ്മ ഒഴിവാക്കിയിട്ട് അള്ളാഹു ചെയ്ത നിഅമത്തിനെ ഇങ്ങനെ കാണണം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഓരോരുത്തരും നേരം വെളുത്താലും 360 സന്ധി ബന്ധങ്ങൾക്കനുസരിച്ച് സ്വതക്ക കൊടുക്കൽ നിർബന്ധമാകുമെന്ന് ഏതൊരു മുസ്ലിമിനും ബാധ്യതയാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര നിഅമത്ത് ചെയ്തതായിട്ടാണ് ഹബീബായ നബി ഓർമ്മപ്പെടുത്തിയത്. ഒരു നിലക്ക് ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു നിഅമത്തിനുള്ള ശുക്രായിട്ടല്ലേ? നേരം വെളുത്താൽ ബാധ്യത പോലെയാണെന്നാ, നിർബന്ധ ബാധ്യത അല്ലെങ്കിലും ബാധ്യത പോലെയാണ്. യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സ്വതക്ക എന്നാണ്. സന്ധി ബന്ധങ്ങൾക്കനുസരിച്ച് സ്വതക്ക കൊടുക്കൽ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണെന്ന് ഹബീബാ നബി പറയാ. അവിടെ പാർട്ടീഷൻ ചെയ്യണില്ല, ധനാഢ്യന്മാർ കൊടുക്കട്ടെ ദരിദ്രന്മാർ വേണ്ട അങ്ങനെ പറയുന്നില്ല. ശുക്ർ ചെയ്യാൻ സ്വതക്ക പല രൂപത്തിലും ഉണ്ടാവും. അതേ സമയത്ത് നിഅമത്ത് എല്ലാവർക്കും ഉണ്ടെന്ന് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുക മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആദ്യം നമുക്ക് അള്ളാഹു ചെയ്ത ഇല്ലായ്മ വല്ലായ്മയല്ല കണ്ടെത്തേണ്ടത്, ഇല്ലായ്മ വല്ലായ്മയുടെ അടിസ്ഥാനമല്ല കണ്ടെത്തേണ്ടത്. നമ്മൾ കണ്ടെത്തേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തിട്ടുള്ള നിഅമത്താണ്. ആ നിഅമത്തിനെ ശരിക്കും മനസ്സിലാക്കിയാൽ ആരാധനയുടെ രസം ഇങ്ങനെ കയറി വരും, അള്ളാഹ് എന്നുള്ള ചിന്ത കയറി വരും. അള്ളാഹ് ഒരു നിഅമത്ത് അറിയുന്നതിനനുസരിച്ച് ആ അള്ളാഹുവിനെ അറിയും. എന്തുകൊണ്ടാണ് ഇസ്രായേലി ജനത മഗ്ദൂബി അലൈഹിം ളാലിനായത്? അവർ നിഅമത്തിനെ ഓർത്തില്ല. അള്ളാഹു അവരോട് ഓർമ്മപ്പെടുക്കാൻ പറഞ്ഞ എന്താ? യാ ബനി ഇസ്രായീൽ ഉസ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് നിങ്ങൾ ഓർക്കുവീൻ. അവർ ഓർത്തില്ല. അപ്പോൾ അവരാരായി? മഗ്ദൂബി അലൈഹിമായി, ളാലിനായി. നമ്മളും ഇന്ന് ഒരർത്ഥത്തിൽ അതാണ് നമ്മളീ കളി. നിഅമത്തിനെ ഓർക്കുന്നില്ല, നിഅമത്തില്ലായ്മ ഓർക്കുക. ഏതൊരാളോട് ചോദിച്ചാൽ എന്താ ഇല്ലായ്മ പറയാ? ധനാഢ്യനാണെങ്കിലും അതാ പറയാ, ധനാഢ്യനാണെങ്കിലും പറയാ ആ ഇപ്പോഴത്തെ കാര്യമൊന്നും പറയണ്ട, പിന്നെ അങ്ങനെ ഒപ്പിച്ചു പോണ് എന്നാ പറയാ. കച്ചവടക്കാരനാണെങ്കിലും അതന്നെ പറയാ, ഒരു അൽഹംദുലില്ലാ എന്ന് പറയാ, ഒരു അൽഹംദുലില്ലാ. വെറും കൈയോടെ വന്ന നമുക്ക് എന്ത് കിട്ടിയാലും അനുഗ്രഹമല്ലേ? ആ കൈ തന്നെ അള്ളാഹു തന്നതല്ലേ? നമുക്ക് എന്ത് കമ്മിയുള്ളത്? നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ആറാടല്ലേ? എന്താ അതൊന്ന് പറഞ്ഞാല്? എന്താണ് ഈ ഇല്ലായ്മ വല്ലാതെ? ഈ ഇല്ലായ്മ വല്ലായ്മയും പറഞ്ഞ് നടന്നിട്ട് പിന്നെ ഈ കൈ കെട്ടിയിട്ട് എന്താ ഇതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഈ കൈ കെട്ടുന്ന മനുഷ്യൻ കൈ കെട്ടുന്ന മുമ്പ് എന്താ പറഞ്ഞ? ഇല്ലായ്മ വല്ലായ്മയും. കൈ കെട്ടി കഴിഞ്ഞ് സലാം കിട്ടിയാൽ പിന്നെയും പറഞ്ഞ എന്താ? ഈ ഇല്ലായ്മ വല്ലായ്മയും. അപ്പൊ ഈ നിസ്കാരം കൊണ്ട് എന്താ കിട്ടിയത്? അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മളെ ഇബാദത്ത് എന്തുകൊണ്ട് നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ പഴയതുപോലെയായി? നമ്മൾ അള്ളാഹിനെ അറിഞ്ഞ ഇബാദത്ത് എടുത്തിട്ടില്ല. നമ്മളെ ഷഅബാനിൽ അള്ളാഹിനെ പറ്റിയുള്ള ധാരണയാണ്, റമളാനിലും അള്ളാഹിനെ പറ്റിയുള്ള ധാരണ. അതുകൊണ്ട് നമ്മളെ ശവ്വാലും ഷഅബാനും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്തൊക്കെ അബദ്ധങ്ങൾ ഷഅബാനിൽ ചെയ്തിരുന്നോ അത് തൽക്കാലം പുണ്യങ്ങളെ പൂക്കാലമാണെന്ന് മുസ്ലിംമാർ ഇഷ്ടം പോലെ വഅദ് പറഞ്ഞപ്പോൾ അതിന്റെ പിന്നാലെ ഒന്ന് നിന്ന് കൊടുത്തു. ശവ്വാലായപ്പോൾ വീണ്ടും നമ്മൾ ഷഅബാനിന്റെ പോലെ തന്നെ നമ്മളെ പഴയ പാടിയിലേക്ക് മടങ്ങി. നമ്മൾക്കൊരു വ്യത്യാസം ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായി അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയാൻ ഇവിടെ ഒരു വഴിയേ ഉള്ളൂ. എന്ത്? തഅമ്മൽ സുതൂറൽ കായിനാതി ഫഇന്നഹ മിനൽ മലഇൽ അഅ്ലാ ഇലൈക റസായിലു വഖദ് ഖുത്ത ഫീഹാ ലൗ ഖറഅത സുതൂറഹാ അലാ കുല്ലി ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. അല്ലാഹു സുബ്ഹാനഹു നിനക്ക് നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സകല വസ്തുക്കളെയും നീ ഒന്ന് വായിക്കുക. നീ ഓരോന്നും വായിക്കുക. ചൂണ്ടുവിരൽ ചൂണ്ടുമ്പോൾ ചൂണ്ടുവിരലിനെ വായിക്കുക. ഒരു ചൂണ്ടുവിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ നോക്കൂ നിങ്ങൾ ഇതിന്റെ ആകൃതി. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനില്ലാത്തൊരു പവർ കൊടുത്തിട്ടുണ്ട്, ഒരു കൽപ്പനാധികാരമുണ്ട്. ഈ വിരലിനൊരു പ്രത്യേക അധികാരമുണ്ട്. ഇതിനും വ്യത്യാസം, ഇത് വ്യത്യാസം എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ സന്ധികളോടുമുള്ള ഒരു കൃത്യമായ ബന്ധമാണ് ഈ കാണുന്നത്. ഈ രണ്ട് കൈവുള്ള മർമ്മാണിത്. എല്ലാം ഉണ്ട് ഇതിലും. ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് ബലിഷ്ഠമായ കൈ നൽകിയില്ലേ, ബലിഷ്ഠമായ കാല് നൽകിയില്ലേ, ബലിഷ്ഠമായ എന്തൊക്കെ നൽകിയത്? ഇനി മറ്റൊന്നും ഇല്ലാന്ന് വെക്കുക. ഇതൊക്കെ അല്ലാഹു തആല തന്നില്ലേ? ഇതുവരെയുള്ള ജീവിതം തന്നില്ലേ? നമ്മൾ ആസ്വദിച്ചില്ലേ? ഇപ്പൊ ഇന്ന് നമ്മൾ കിടപ്പിലാണെന്ന് സങ്കല്പിക്കൂ. ഇതുവരെയുള്ള ജീവിതം ആസ്വദിച്ചില്ലേ? അല്ലാഹു തആല ഇനിയും അല്ലാഹുവിന്റെ ഹലാൽ ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ثم لتسألن يومئذ عن النعيم
നിഅമത്തിനെ കുറിച്ച് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ആയത്ത് വന്നപ്പോൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊരു സ്വഹാബി ഒരു കൂട്ടം സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. ആ സമയത്ത് ഒരു മുഹ്താജായ ഒരു ഭിക്ഷക്കാരനായ മനുഷ്യൻ സദസ്സിൽ നിന്ന് എണീറ്റിട്ട് ഹബീബായ നബിയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത് നബിയെ? അയ്യു നിഅമത്തിൻ അനുസ്അല ഇൻദി, അല്ലാഹു എന്നോട് ചോദിക്കപ്പെടാൻ ഞാനൊരു ഭിക്ഷക്കാരനല്ലേ, എൻ്റെ കയ്യിൽ എന്ത് നിഅമത്താണ് ഉള്ളത്? അല്ലാഹു നബിയെ, ഞാൻ ഇവിടുത്തെ ഭിക്ഷക്കാരനാണ്, ഈ ഭിക്ഷക്കാരനായ എന്നോട് അല്ലാഹു എന്ത് ചോദിക്കാൻ, എനിക്ക് എന്ത് നിഅമത്താണുള്ളത്? ഉടനെ ഹബീബായ റസൂലുള്ളാഹി പറയാണ്, എണീറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ലേ, അത് നിഅമത്തല്ലേ? തേഞ്ഞതാണെങ്കിൽ 2 ചെരുപ്പ് തന്നില്ലേ, ആ ചെരുപ്പിലല്ലേ നീ ഇപ്പോൾ നിൽക്കുന്നത്, ആ ചെരുപ്പ് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? അശ്ശാരി, മരച്ചോട്ടിൽ നിന്നിട്ടല്ലേ നീ സംസാരിക്കുന്നത്, ഈ തണൽ നീ അനുഭവിക്കുന്ന ആ മരുഭൂമിയിലെ വെയിലൊന്ന് നോക്ക്. ആ മരുഭൂമിയിലായിരുന്നെങ്കിൽ എത്രയായിരിക്കും പൊള്ള. ഭൂമിയിൽ അല്ലാഹു തആല വൃക്ഷത്തെ ഉണ്ടാക്കാതെ നമ്മളെ ഈ സൂര്യന്റെ ചുവട്ടിൽ അല്ലാഹു തആല ഈ ഭൂമിയിൽ നമ്മളെ പഠിച്ചിട്ടിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ വസിക്കും? അല്ലാഹു ഇവിടെ വൃക്ഷത്തണൽ തന്നില്ലേ, അത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? നീ ഉണ്ടാക്കിയതാണോ? പിന്നെ നീ ഒന്നുമില്ലെങ്കിലും ആ ചോലയിൽ ആ നീരാടി പോകുന്ന ചോല കാണുന്നില്ലേ, അതിൽ മെല്ലെ മെല്ലെ ചെറിയ ചെറിയ തെളിനീര് കൊണ്ട് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളല്ലേ, അതിൽ ഇറങ്ങിയിട്ട് ഒരു കൈക്കുമ്പിൾ കോരിയിട്ടാണ് കുടിച്ചാൽ എല്ലാ വിഷമും പമ്പ കിടക്കുന്ന വെള്ളല്ലേ, ആ വെള്ളം പടച്ചമ്പുരാന്റെ നിഅമത്തല്ലേ? എന്തിന് ഇന്നലെ രാത്രി എന്തൊക്കെ നീ ഇന്നലെ പകൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചോടി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിന്റെ ജീവിത നിവൃത്തിക്ക് വേണ്ടിയും നിന്റെ മറ്റുള്ള എല്ലാ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടിയും നീ ഇന്നലെ ഓടി, വൈകുന്നേരം ആയപ്പോഴത്തേന് തളർന്നു. വൈകുന്നേരമായപ്പോൾ രാത്രിയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉറക്കം തന്നു. വല്ലദത്തുൻ നൗമീൻ, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദത്തുൻ നൗമീൻ, ഉറക്കിന്റെ രസദായകമായ ഉറക്കിന്റെ രസം നിനക്ക് തന്നില്ലേ? എന്തൊരു മനോഹരമായ ഉറക്കാണ് അല്ലാഹു നിനക്ക് തന്നത്. അല്ലാഹു നിനക്ക് മനോഹരമായ ഉറക്ക് തന്നില്ലേ? ഇത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? ഉറക്ക് എന്താണ് അതിന്റെ രഹസ്യം? ഉറക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? ഒന്നും കയ്യിലില്ല, പക്ഷെ കിടന്നാലണ്ട് ഉറങ്ങി, എണീറ്റൊന്ന് കുളിച്ചു, ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ സന്തോഷം. എന്താണ് ആവശ്യം? പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹ്, ഉണ്ടാക്കിയല്ലോ. പിന്നെ ചെറിയൊരു കൂര നൽകിയില്ലേ, അതന്നും അല്ലെങ്കിൽ സ്വന്തമായില്ലെങ്കിൽ ഒരു വാടാപ്പല്ലെങ്കിൽ പാർക്കാൻ കഴിഞ്ഞില്ലേ? ഇനി വന്നാലേ പീഡിക കൊലയിൽ ഇരിക്കുകയാണെങ്കിൽ അതിനൊരു അവസരം കിട്ടിയില്ലേ? മരുഭൂമിയിൽ നിൽക്കുന്നു അല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇന്ന് നമ്മൾ ആവറേജ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്തൊക്കെ സൗകര്യങ്ങൾ അനുഭവിക്കണം. ഈ നിഅമത്തുകളെ ഹബീബ ഒരു ഭിക്ഷക്കാരനോട് പോലും തന്റെ നിഅമത്തിനെ ഇങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയെങ്കിൽ, നീ പള്ളം നിറച്ച് ഭക്ഷണം കഴിച്ചില്ലേ എന്ന് പോലും റസൂൽ ചോദിക്കണില്ല. നീ പച്ചവെള്ളം ചോലയിൽ ഇറങ്ങി കുടിച്ചില്ലേ? നിനക്ക് 2 കാല് 2 ചെരുപ്പ് അല്ലാഹു തന്നില്ലേ? നീ ആ മരച്ചോട്ടിൽ നിന്നില്ലേ? അതൊക്കെ അള്ളാഹുവിന്റെ നിഅമത്തല്ലേ? ഇത് അള്ളാഹിൻ്റെതല്ലേ? നിന്റെതാണോ? നീ എങ്ങനെയാണ് ഇത് നിസ്സാരവൽക്കരിക്കുക എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് ചോദിക്കുക. അവിടെ നിന്ന് നമുക്ക് ആലോചിക്കാം, നമ്മൾ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തിനെ ഓർക്കണം. ആ നിഅമത്തിനെ ഓർത്തുകൊണ്ടേ ഇരിക്കണം. നിഅമത്തിനെ ഓർത്താലോ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഖുർആൻ മുഴുവൻ 1 മുതൽ അവസാനം വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിഅമത്തിനെ ഓർമ്മപ്പെടുത്തുക. ഖുൽ അഊദു ബിറബ്ബിന്നാസ് നിഅമത്തിനെ ഓർമ്മപ്പെടുത്തുക. ഖുർആൻ മൊത്തം ഒരു നിഅമത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. ഖുർആനിലെ 114 അധ്യായങ്ങളും നമ്മളെ മുന്നിൽ അള്ളാഹു നമ്മുടെ നിസ്സാരത്വവും അള്ളാഹു ചെയ്ത നിഅമത്തും, നമ്മുടെ നിസ്സാരത്വം എന്ന് പോലും പറയണ്ട, നമ്മളില്ലല്ലോ. അള്ളാഹുവിൻ്റെ ജൂദല്ലേ നമ്മുടെ വുജൂദ്, അള്ളാഹുവിൻ്റെ ധർമ്മല്ലേ നമ്മുടെ ഉണ്മ, അള്ളാഹു അല്ലേ നമ്മളുണ്ടാക്കിയത്, അള്ളാഹു അല്ലേ ഈ സുഖങ്ങളും രസങ്ങളും നമുക്ക് തന്നത്. എന്തൊക്കെ ഈ നാവിൽ ഇവിടെ അങ്ങനെ വെച്ച് നമ്മളൊരു മധുരം കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുകയും, തൊലി എന്നാണല്ലേ, ഇത് തൊലിയാണ്, ഇതും തൊലിയാണ്. ഇവിടെ വെച്ച് നമുക്കൊന്നും കിട്ടുന്നില്ല. ഒരു പഞ്ചസാര, ഒരു ശർക്കര, ഒരു മിഠായി, ഒരു അലുവ കഷ്ണം, അല്ലെങ്കിൽ ഒരു നല്ല സ്വാദിഷ്ടമായ ഇറച്ചി കഷ്ണം ഇവിടെ വെച്ച് നോക്കൂ, ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണില്ല. 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 അതേ സമയത്ത് നമ്മൾ അതിവിടെ വെച്ചാലോ, എന്തൊരു സ്വാദ്. അപ്പോൾ ഈ മേലെ ഈ ഒരു നാവിൻ്റെ ആ മുകൾ ലെയറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിഅമത്തിനെ പിൻവലിച്ചാൽ പിന്നെ എന്താണ് കല്ലും ഭക്ഷണം തമ്മിൽ എന്താ പിന്നെ വ്യത്യാസം? പിന്നെ വ്യത്യാസം എന്താ? പിന്നെ മൂത്രം പച്ചവെള്ളം തമ്മിൽ വ്യത്യാസം എന്താ? ഈ ഒരു നാവിൻ്റെ ഈ ലെയറിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തൊരു പാടുണ്ട്. ആ പാടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച നിഅമത്ത്, ഒരു വേള നമ്മളൊരു ചൂടുള്ള ഭക്ഷണം പെട്ടെന്ന് അറിയാതെ കുടിച്ചുപോയി,
അപ്പോൾ നാവിനൊരു മരവിപ്പ് വരും. ആ മരവിപ്പുള്ള സമയത്ത് പോലും ഒരു ഭക്ഷണ പദാർത്ഥം വെച്ചാൽ നമുക്ക് തിരിച്ചറിയില്ല, അതിൻ്റെ രുചിയോ തിരിച്ചറിയില്ല. ആ മരവിപ്പ് പോയാലേ പിന്നെ ശരിയായ രുചി തിരിച്ചറിയുള്ളൂ. അപ്പോൾ തികച്ചും മുകളിലെ ലെയറിൽ മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. നമ്മൾ ആ ചൂടുള്ള ആ ഭക്ഷണത്തിൻ്റെ ചൂട് നാവിൻ്റെ മുകൾ ലെയർ തട്ടിയപ്പോഴത്തിന് മരവിപ്പ് കൊണ്ടുപോയി. പിന്നെ നമുക്ക് ഒന്ന് കയ്പും രസവും തിരിച്ചറിയില്ല കുറച്ച് നേരത്തിന്. നിങ്ങൾ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നാവിൻ്റെ ഈ ഒരു പാട, മുകൾ ഭാഗത്തുള്ള പാടയിൽ അല്ലാഹു ചെയ്ത നിഅമത്ത് കൊണ്ടല്ലേ കുട്ടി നമ്മൾ ഈ ഭക്ഷണം വീണ്ടും കഴിക്കുന്നത്? അതല്ലേ നമുക്ക് വീണ്ടും അത് കൊതി വരുന്നത്? അതല്ലേ നിങ്ങൾ ആ ഒരു നിഅമത്തിനെ ആലോചിക്ക്, നിങ്ങൾ ചിന്തിക്ക്. ഇന്നലെ ഭാര്യ ചോദിച്ചു, നാളെ രാവിലെ എന്താ ചായക്ക് കനമായി ഉണ്ടാക്കേണ്ടത്? പത്തിരി ഉണ്ടാക്കിക്കോളൂ. ശരി, പത്തിരി ഉണ്ടാക്കി. പത്തിരിയും കുറച്ച് നല്ല കടലക്കറിയും കൂട്ടി കഴിച്ചു. പിറ്റേന്ന് വൈകുന്നേരം ഉറങ്ങാൻ നേരത്തെ നല്ല ഭാര്യമാരാണെങ്കിൽ ഭർത്താവിനോട് മക്കളോടൊക്കെ ചോദിക്കും, എന്താ നാളത്തെ രാവിലത്തെ നാസ്തക്ക് എന്താ ചെയ്യേണ്ടത്? സാധാരണയായി അങ്ങനെയാണല്ലോ, അടുക്കളയത്തെ എല്ലാ കാര്യം ഉമ്മയുടെ കയ്യിലല്ലേ. അപ്പോൾ ഉമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, എന്താ നാളെ ചെയ്യേണ്ടത്? ഇന്നിപ്പോൾ പുട്ടായില്ലേ, ഒരു ചേഞ്ച് വേണമല്ലോ, നാളെ ഇടിയപ്പം ഉണ്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ നാളെ ഇഡ്ഡലി ഉണ്ടാക്കിക്കോളൂ എന്ന് അത് പറയുമ്പോൾ എൻ്റെ ഒരു ചേഞ്ച് വേണ്ടേ? ഈ നാവിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്ത് വെച്ച ആ ഒരു നിസ്സാരമായ പാടയിൽ അല്ലാഹു നിക്ഷേപിച്ച ആ നിഅമത്ത് ഇല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടായി, ഇടിയപ്പമായി, ചായയായി, ജ്യൂസായി, എന്താ വ്യത്യാസം? ഒരു വ്യത്യാസം എന്താ? പച്ചവെള്ളമായി ജ്യൂസായി, എന്താ വ്യത്യാസം? പച്ചവെള്ളമായി ജ്യൂസായി, എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം എന്താണ്? തേനായി പച്ചവെള്ളമായി, എന്താ വ്യത്യാസം? തേനായി, തേനിനെ നീ ആസ്വദിക്കുന്ന തേനുണ്ടല്ലോ, ആ തേനെ കുടിക്കുമ്പോൾ ആസ്വദിക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അത് ഇവിടെ മാത്രം, ബാക്കിയൊക്കെ വിട്, എല്ലാം വിട്. എങ്ങനെയാണ് മനുഷ്യായി ഇല്ലായ്മല്ലായും പറയാ? എങ്ങനെയാ ഇത്രയേറെ നിഅമത്ത് ചെയ്ത ഒരു റബ്ബ്, ഇത്രയേറെ നിഅമത്ത് ചെയ്ത് ഇത് മാത്രം ആലോചിക്കുക. അതിന്റെ പ്രവർത്തനം നിലച്ചുപോയ പിന്നെ എന്താ പറയാ? ആ നിഅമത്തുള്ള കാലത്തൊരു അൽഹംദുലില്ലാഹ് എന്ന് പറയില്ല. നേരെ മറിച്ച് നാവ് മരവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പറയാം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പിന്നെ പറയാം, എന്ത് എനിക്കൊരു രസവും കിട്ടുന്നില്ല ഉസ്താദ്, നിങ്ങൾ ദ്വാരക്കി. കിട്ടിയ കാലത്തോ ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. ആ നാവിലേക്ക് ഒരു ഭക്ഷണം കിട്ടി വെച്ചപ്പോൾ ഒരു ബിസ്മി ചെല്ലണമെങ്കിൽ ഇത് അള്ളാഹിന്റെ നിഅമത്താണെന്ന് ബോധം ഉണ്ടാവണം. അള്ളാഹുവിന്റെ നിഅമത്താണെന്ന് ബോധമുള്ള ഒരാൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ ഭക്ഷണത്തിന് നോക്കാൻ പേടിയാവും, ഭക്ഷണത്തിന് കൈവക്കാൻ പേടിയാവും, കൈ വിറച്ചു പോവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ. എന്തുകൊണ്ട്? ആ ബോധമുള്ളൂ. എന്നാ നമ്മളോ, നീ നമ്മളെ കാര്യം പറയാം, നമ്മൾ ബിസ്മില്ലാഹിർ ഭക്ഷണം ആണ്, എന്തുകൊണ്ട്? കൂലിട്ടും. ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നില്ലേ, പറയും. എന്തുകൊണ്ട്? കൂലിട്ടും. അല്ലാതെ ബോധമില്ല, എൻ്റെ റബ്ബാണ് ഇത് ചെയ്തു തരുന്നത് എന്നൊരു ബോധമില്ല. അതില്ലാത്ത കാലത്തോളം ഈ ആട്ടമല്ലാതെ ഒന്നും നടക്കുന്നില്ല. മക്കത്ത് പോകുന്ന ഹാജിയായി പോകാം, ഹജ്ജ് ചെയ്യാൻ ഹജ്ജിന് പോയി. എന്തായിരുന്നു? കുറച്ച് കരിഞ്ചി കള്ളക്കച്ചവടം വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവന് ഹജ്ജിന് പോയി. ഭാര്യ പറഞ്ഞു, ഭാര്യ വീട്ടുകാർ ഭാര്യ പ്രേരിപ്പിച്ചു. ചിലപ്പോൾ അതായിരിക്കും കാരണം ഭാര്യയുടെ ഏട്ടത്തി മൂത്തച്ഛനും അടുത്ത കൊല്ലം കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയപ്പോൾ അവൾക്ക് കുടുംബ വീട്ടിൽ കൂടാനൊരു കുറച്ചിലാണ്. കാരണം ഇവർക്കൊക്കെ ഉണ്ടല്ലോ നിയമത്തൊക്കെ, പിന്നെ ഹജ്ജിന് വീട്ടിൽ മോശമല്ലേ. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, എന്നാ താത്തിയും ഭർത്താവും പോയത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ എന്ത് മനുഷ്യനാണ്, എനിക്ക് മനുഷ്യൻ വീട്ടിൽ പോകാൻ തന്നെ കുറച്ചില്ല, മനുഷ്യന്മാരുടെ കൂടാൻ കഴിയില്ല. ആയിക്കോട്ടെ, എന്നാ നമുക്ക് പോവാം. ഇവരുടെ പാസ്പോർട്ട് എടുക്കുക, പാസ്പോർട്ട് ഉണ്ട്, അവർ ട്രാവൽസിൽ ഏൽപ്പിച്ചോ, അല്ലെങ്കിൽ സർക്കാരിൽ കെട്ടി. ഇനി സർക്കാർ കെട്ടിയില്ലെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം ട്രാവൽസിൽ കൊടുത്ത് അതൊന്നും പ്രശ്നമല്ല, അവരെ പൈസ ഉണ്ടല്ലോ. പിന്നെ ഇവൾക്ക് മണിത്തോഴിയായിട്ടും ഇവള് പോകുന്ന എന്തിനാ? ഇത്താത്ത പോയതുകൊണ്ട് ഞാൻ പോയിട്ടില്ലെങ്കിൽ മോശമാണ്. ഉമ്മർക്ക് പോയത് എന്തിനാ? ഇത്താത്ത പോയിട്ടില്ലെങ്കിൽ മോശമാണ്. കുടുംബ വീട്ടിൽ കൂടാൻ കഴിയില്ല, നമ്മൾ ഹജ്ജ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. അപ്പൊ ഈ നിലക്കാണ് ഹജ്ജിന് പോയത്. ഈ മനുഷ്യൻ ഹജ്ജിന് പോയി വന്നാലും ഇതന്നെ ചെയ്യും. പഴയ ഗീബത്ത് പറയും, പഴയ നമീമത്ത് പറയും, പഴയ കരിഞ്ചണ്ടി കള്ളക്കച്ചവടം, ഈ നാട്ടപ്പാതിരൊക്കെ കുത്തിരിപ്പുണ്ടാക്കിയിട്ട് നാട്ടിലെ ഫിത്തന കമ്മിറ്റി ആക്കാനുള്ള കളി മുഴുവൻ കളിക്കും. ഹജ്ജിന് മുമ്പും അതന്നെ കളിച്ചിരുന്നു. ഹജ്ജ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മുടി കളഞ്ഞത് കൊണ്ട് കുറച്ച് മുടി വരാൻ കുറച്ച് നേരം വൈകി, 2-2.5 മാസം മുടി ഉണ്ടായില്ല എന്നല്ലാതെ ഹജ്ജ് കഴിഞ്ഞിട്ട് എന്ത് 2-2.5 മാസമായപ്പോൾ പഴയ മുടി തന്നെ തിരിച്ചു വന്നു. സ്വഭാവം ഒരു വ്യത്യാസം വന്നിട്ടില്ല, ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ആ സംസം വെള്ളം കാത്തിരുന്ന് ഹജ്ജിന് പോകാത്ത മനുഷ്യന്മാർ, സംസം വെള്ളം കുടിച്ചിട്ട് സ്വഭാവം നന്നായ ആളുകൾ പരിവിട്ട് ഇവൻ കൊണ്ടുവന്ന ഇവൻ ഹജ്ജിന് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്ന സംസം വെള്ളം നാവിൽ വെച്ചപ്പോൾ അള്ളാഹിന്റെ നിഅമത്തോർത്ത് പൊട്ടിക്കരഞ്ഞ്, ആ നിഅമത്തോർത്ത് സംസം വെള്ളം നാവിൽ വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യന്മാർ നന്നായി. ഇവൻ 5-10 ലക്ഷം ഇവനും ഭാര്യയും ചെലവാക്കി ഹജ്ജിന് പോയി വന്നിട്ട് നന്നായില്ല. എന്തുകൊണ്ട്? അള്ളാഹിന്റെ നിഅമത്തോർത്ത് ഹജ്ജിന് പോയിട്ടില്ല.
അള്ളാഹിനെ നിഅമത്ത് ഓർത്തിട്ട് അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല. ഹജ്ജൊരു കടമ, കുടുംബത്തിൽ കൂടാനുള്ള ഒരു മാർഗം. നോമ്പ് ഹോട്ടൽ പൂട്ടി, പുരയിലുള്ള ഹോട്ടലൊക്കെ പൂട്ടി, പുറത്തെ ഹോട്ടലും പൂട്ടി. അപ്പൊ നോമ്പ്. സക്കാത്ത് എല്ലാവരും കൊടുക്കുന്നതാണ്, കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ അതും കൊടുക്കുന്ന പോലെ കാര്യം, കൊടുക്കാത്ത കാര്യം പറയും വേണ്ട. നിസ്കാരം ഭാഗം കൊടുത്ത് എല്ലാവരും അങ്ങനെ പോകുന്നു, അപ്പൊ ഞാനും അങ്ങനെ പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ ഏതൊരു മനുഷ്യൻ ചോദിച്ചാലും ഒരു നല്ല വാക്ക് പറയൂല. എന്റെ റബ്ബ് എനിക്ക് ചെയ്ത നിഅമത്തിനെ ഓർക്കൂല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഈ നാവിന്റെ ഈ മുകൾ ഭാഗത്ത് ഇത്ര ഉള്ളല്ല, മുകൾ ഭാഗം, ആ അല്പസ്ഥലത്ത് ആ മുകൾ ഭാഗത്ത് വെച്ച ആ ഒരു സംഗതി ഇല്ലെങ്കിൽ ഐസ്ക്രീം എന്ത് ചെളി വാരി തിന്നാൽ എന്ത് ചെളി. ഒരാൾ ചെളി വാരി തിന്നു, ഒരാൾ ഐസ്ക്രീം തിന്നു. ഇതിലെന്തൊരു വ്യത്യാസം ഉണ്ടായി? നാവിൽ ഈ രസമില്ലെങ്കിൽ. ഒരാൾ കല്ല് തിന്നു, ഒരാൾ മിഠായി തിന്നു. എന്താ വ്യത്യാസം? ഈ രസമില്ലെങ്കിൽ. അപ്പൊ ഇത് മാത്രം ചിന്തിക്ക്. കോടാനക്കോടി നിഅമത്തിൽപ്പെട്ട ഒരു ചെറിയ ഭാഗമായി. ആ നിഅമത്തിനെ നമ്മൾ മനസ്സിലാക്കി. ആ ഒരു നിഅമത്ത് മനസ്സിലാക്കാത്ത ഒരാൾക്ക്, അരി കണ്ടാൽ അത് മനസ്സിലാക്കിയ ഒരാൾക്ക് നെൽപ്പാടം കണ്ടാൽ നമ്മളെ നെൽപ്പാടല്ല, നല്ല നെൽപ്പാടാവണ്ട. നമ്മൾ മനുഷ്യൻ തിന്നാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ നെല്ല് നട്ടുപിടിപ്പിച്ച നെല്ലങ്ങനെ കണ്ടു, മനോഹരമായ നെൽപ്പാടങ്ങൾ ഇങ്ങനെ കണ്ടു. അപ്പൊ അതിങ്ങനെ വളർന്നു വരുന്നു. വിഭവങ്ങളായ ഭക്ഷണങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അങ്ങാടിയിലൂടെ ഒരു മോട്ടോർ സൈക്കിളിനോ ഒരു സൈക്കിളിനോ ഒരു കാറിനോ നീ യാത്ര പോകുന്ന റോഡിന്റെ രണ്ട് സൈഡിലും നോക്ക്, നല്ല നല്ല അരിച്ചാക്ക് കുത്തിയ കടകൾ കാണുന്നില്ലേ? ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയും. അതൊക്കെ അല്ലാഹു തആല ഈ ചേറ്റിന് വളർത്തി തന്നതല്ലേ മനുഷ്യന്മാര്? ആരൊക്കെ പീടികയായാലും, ആരൊക്കെ വീട്ടിലേക്ക് പോകാനുള്ളതാണെങ്കിലും നിങ്ങളത് നമുക്ക് നെൽകൃഷിയില്ല, നമ്മളെ കുടുംബത്തിന് അവർക്കും നെൽകൃഷിയില്ല, നമ്മുടെ നാട്ടിലോ ഇപ്പം നെൽകൃഷിയില്ല, നമ്മളെ പഞ്ചായത്തിലോ കാര്യമായി നെൽകൃഷിയില്ല, അടുത്ത പഞ്ചായത്തിലോ ഇല്ല, വില്ലേജിലോ ഇല്ല, നമ്മുടെ താലൂക്കിൽ പണ്ടത്തെ പോലെ നെൽകൃഷി ഉണ്ടോ? ഇല്ല. നമ്മുടെ ജില്ലയിലുണ്ടോ? ഇല്ല. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമൊക്കെ ഈ ജില്ലകൾ ഉണ്ടായിരുന്ന കാലത്ത്, മലപ്പുറം ജില്ലയാകുന്ന കാലത്തുണ്ടായിരുന്ന നെൽകൃഷിയുടെ ജില്ലയായി, മലപ്പുറം ഒരു ജില്ലയായി രൂപീകരിക്കുന്ന കാലത്തുള്ള, കോഴിക്കോട് ജില്ലയായി രൂപീകരിക്കുന്ന കാലത്തുള്ള നെൽകൃഷിയുടെ 10% പോലും ഇന്ന് നെൽകൃഷി നമ്മുടെ നാട്ടിലില്ല. എവിടെയും നെൽകൃഷി കാണാനില്ല. പക്ഷേ പോകുന്ന കടകളിലെല്ലാം മുൻഭാഗത്ത് 2, 3, 4 പല സൈസുള്ള അരിച്ചാക്ക് കുത്തിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. എവിടെ ചെന്നാലും കാണുന്നത് അൽഹംദുലില്ലാഹ്. പിന്നെ ഇടയിലോ ഒരു കുന്ന് കഴിഞ്ഞു, പിന്നെ ഒരു താഴ്വാരത്തേക്ക് ഇറങ്ങി. റോഡിന്റെ 2 സൈഡും ഇതാ നെല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴൊരു പ്രത്യേക കാലവുമാണ്. റോഡിന്റെ 2 സൈഡും ഇങ്ങനെ നോക്കിയാൽ പച്ചപ്പുള്ളപ്പോൾ നെല്ലിങ്ങനെ വളരുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു നെന്മണിയാണത്. ആ നെന്മണിയിൽ നിന്നാണ് അല്ലാഹു തആല അത്രയും സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരു 500 നെന്മണി എന്ന് പറഞ്ഞാൽ, ആ 500 നെന്മണി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടത്തിൽ ഒരു 500 നെല്ല് ഉണ്ടെങ്കിൽ ആ കണ്ടത്തിലുള്ള 500 നെന്മണി നിനക്ക് ഇങ്ങനെ പിടിക്കാം. ആ 500 നെന്മണിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ഒരു കണ്ടം നിറച്ചു തന്നു. ഇനി 5000, 5 ലക്ഷം, 5 കോടിയോ 50 കോടിയോ 5000 കോടിയോ നെന്മണിയല്ല തിരിച്ചു വരാൻ പോണത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തല്ലേ. അൽഹംദുലില്ലാഹ്. നമുക്ക് അതിന് കഴിയോ? ഒന്ന് ചെയ്യാൻ കഴിയോ? ഒന്ന് ചെയ്യാൻ കഴിയോ? ഒന്ന് കഴിയോ? ഒരു നെന്മണിയെ വിത്താക്കിയിട്ട് ആ നെന്മണിയെ നെല്ലാക്കാൻ ഒന്ന് നമുക്ക് കഴിയോ? ചിന്തിക്ക്. അപ്പോൾ ഒരു നെൽപ്പാടം കാണുമ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞവൻ എന്ത് ചെയ്യും? അവന്റെ നിസ്കാരം തന്നെയാണ് യാത്രയും. അവന്റെ നിസ്കാരം തന്നെ അള്ളാഹുവിനെ അറിഞ്ഞവന്. സൈക്കിളിന് പോവുകയാണെങ്കിൽ നിസ്കാരം പോലെ തന്നെയാണ്. എന്തുകൊണ്ട്? സൈക്കിളിൽ പോകുമ്പോഴും അള്ളാഹുവിന്റെ നിഅമത്താണ് കാണുന്നത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ചിന്തിക്ക്. നല്ല നല്ല മനോഹരമായ നല്ല ഏത്തപ്പഴം ഉണ്ടാകുന്ന നല്ല നേന്ത്രവാഴ ഇങ്ങനെ വളർന്നു വരുന്ന സമൃദ്ധമായി നല്ല പച്ചപ്പ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നിനക്ക് കൃഷിയില്ല, പക്ഷെ നീ ഇന്നലെയും കഴിച്ചിട്ടുണ്ട് നേന്ത്രക്കായ. നീ ജീവിതത്തിൽ ഒരിക്കലും വാഴ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു, അത് കൊലയിൽ നിന്ന് ഒന്നും തിരിച്ചു കൊടുക്കണ്ട, ഭൂമിക്കൊന്നും കൊടുക്കണ്ട. അതിന് അടിയിൽ കന്ന് വരും. ആ കന്ന് നിലിട്ടാൽ വീണ്ടും വന്നു. നിന്റെ കൃഷിയല്ല, പക്ഷെ മനുഷ്യരാശിക്ക് വേണ്ടി അല്ലാഹു നൽകിയതാണ്. ഒരു പാടത്തേക്ക് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ്. അപ്പോൾ
യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ, അവൻ്റെ നിസ്കാരം എന്നും നിസ്കാരം, അവൻ്റെ ജീവിതം മൊത്തം നിസ്കാരം. ഞങ്ങളോട് പറഞ്ഞില്ലേ ആരിഫിന് ലൈലത്തുൽ ഖദ്ർ ഒഴിവാവില്ല എന്നൊരു ലൈലത്തുൽ ഖദ്ർ. ആരിഫിന് നിസ്കാരം സലാം വിട്ടാൻ കഴിയില്ല, എപ്പോഴും നിസ്കാരം തന്നെയാണ്. സലാം വീട്ടിയാലും നിസ്കാരത്തിൽ തന്നെയാണ്, സലാം വീട്ടുന്നതിന് മുമ്പ് നിസ്കാരത്തിൽ തന്നെയാണ്, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് നിസ്കാരത്തിൽ തന്നെയാണ്, എപ്പോഴും നിസ്കാരത്തിൽ. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ നിഅമത്ത് ആലോചിച്ച് പോവുകയാണ്. എപ്പോഴും അള്ളാഹിൻ്റെ നിഅമത്താണ്. അത് കഴിഞ്ഞ് ഒരു അങ്ങാടിയിലെത്തി. അങ്ങാടി 2 സൈഡിലും ഇതാ നല്ല മനോഹരമായ ഫ്രൂട്ട്സിൻ്റെ കടകൾ. എന്തൊക്കെയാണ് ഫ്രൂട്ട്സായി വന്നിട്ടുള്ളത്? സ്ട്രോബെറി കൃഷി കേരളത്തിലില്ല. സ്ട്രോബെറി കൃഷി നടക്കാൻ സാധനം കേരളത്തിൽ, പക്ഷെ നമ്മുടെ നാട്ടിൽ അത് വന്നിരിക്കുന്നു. അല്ലാഹ് അൽഹംദുലില്ലാഹ്. എവിടുന്നാ അത് വരുന്നത്? ചിലപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന്, ചിലപ്പോൾ പഞ്ചാബിൽ നിന്ന്, ചിലപ്പോൾ കാശ്മീരിൽ നിന്ന്, എവിടുന്നൊക്കെയൊക്കെ സ്ട്രോബെറി വരുന്നത്. അപ്പുറത്ത് നല്ല ആപ്പിൾ കൃഷി നമ്മുടെ നാട്ടിലില്ല, പക്ഷെ സമൃദ്ധമായ ആപ്പിൾ കിട്ടും. മുസംബി നമ്മുടെ നാട്ടിലില്ല, പക്ഷെ സമൃദ്ധമായി കിട്ടും. ഓറഞ്ച് നമ്മുടെ നാട്ടിലില്ല, സമൃദ്ധമായി കിട്ടും. മാങ്ങയുടെ കാര്യം പറയില്ലെന്നോ, അങ്ങനെ അമ്മിങ്ങായൊക്കെ ചില മാവുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഇങ്ങനെ സമൃദ്ധമായി ഇനി ഉണ്ടെങ്കിൽ അതിന് ആരാതൊക്കെ തന്നത്? ഇതെല്ലാം തന്നതാരാണ്? ഇതൊക്കെ ഇന്നുണ്ടല്ലോ. എത്രയാ മനുഷ്യന്മാർ വാങ്ങിക്കഴിക്കുന്നു, എന്നിട്ടും ഇങ്ങനെ പതഞ്ഞു വരിക. ഞാൻ ആലോചിക്കാറുണ്ട്, പഠിച്ചോനെ, ഇങ്ങനെ മനുഷ്യന്മാർ ഫ്രൂട്ട്സ് പോയി കഴിച്ചാൽ ഫ്രൂട്ട്സ് തീർന്നു പോയാലോ? പക്ഷെ പിറ്റേന്ന് ഫ്രൂട്ട്സ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതിങ്ങനെ മനുഷ്യന്മാർ എല്ലാവരും വാങ്ങുന്നു, ഫ്രൂട്ട്സ് കട തിരക്കി ആളുകൾ വാങ്ങുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ, ഇവിടെയൊന്നും ഫ്രൂട്ട്സ് ഇല്ല, കുറഞ്ഞ നാട്ടിലല്ലേ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്, എന്നിട്ട് ഇങ്ങനെ മനുഷ്യന്മാർ വാങ്ങി തിന്നാൽ എന്താക്കും? ഒന്നിട്ട് തീരുന്നില്ലല്ലോ, പിന്നെ ഉണ്ടാവുന്നല്ലേ. അൽഹംദുലില്ലാഹ്. ഇതന്നെ അള്ളാഹുവിനെ അറിയണമെങ്കിൽ അപ്പോൾ നിസ്കാരമാണ്. ഒരു ഫ്രൂട്ട്സ് കട കണ്ടാൽ നിസ്കരിക്കാൻ നിന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ്. ഫ്രൂട്ട്സ് കട കണ്ടപ്പോഴും അൽഹംദുലില്ലാഹ്, പാട നോക്കിയപ്പോൾ അൽഹംദുലില്ലാഹ്, ഏത്തക്കായ കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ്, നേന്ത്രവാഴ കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ്, നല്ല പൂള മരിച്ചീനി, അല്ലാഹ്, അതിങ്ങനെ കണ്ടു. അതിങ്ങനെ സമൃദ്ധമായി ഇങ്ങനെ കയറി വരുന്നൊരു കാലമാണ്. അല്ലാഹ്, എന്താ അതിൻ്റെ രസം! അൽഹംദുലില്ലാഹ്. അപ്പുറത്തേക്ക് മീൻകട കണ്ടു. എന്താ മീൻകടയിൽ അങ്ങനെ മീൻ വെച്ചിരിക്കുന്നു. കുറഞ്ഞ ആളുകളാണ് മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്നത്. അത് കുറഞ്ഞ കാലത്തേ പോവുള്ളൂ. എല്ലാവരും പറയും മത്സ്യമൊക്കെ കഴിഞ്ഞു, കടലിൽ മത്സ്യമില്ല. പക്ഷെ കടലിൽ മത്സ്യമില്ലെങ്കിൽ കരയിൽ മത്സ്യമുണ്ട്. കൃഷിയൊക്കെ എല്ലാവരും പറയും കടലിലൊക്കെ മത്സ്യം തീർന്നോട്ടാ, കടയിൽ മത്സ്യം തീർന്നോട്ടാ. ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? 1985-90 കാലത്ത് ഗൾഫിൽ നിന്ന് വന്ന ആളുകൾ പറഞ്ഞിരുന്നു ഗൾഫ് കഴിഞ്ഞോട്ടാ, ഗൾഫിലൊന്നുമില്ല. ഇപ്പൊ 2020 പോകുന്ന ഗൾഫിലേക്ക് ഇല്ല എന്ന് പറയാം. പക്ഷെ ആളുകൾ പോയിട്ട് പിന്നെയും കൊണ്ടുവരും തന്നെയാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ നിഅമത്തിനെ ഓർക്ക്, റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്ന നിഅമത്തിനെ ഓർക്ക്. അപ്പൊ അള്ളാഹിനെ അറിഞ്ഞവനെ ഏത്തപ്പഴം കണ്ടാലും നിസ്കാരം തന്നെയാണ്. അള്ളാഹിനെ അറിഞ്ഞവനെ മരച്ചീനിപ്പാടം കണ്ടാലും നിസ്കാരം തന്നെയാണ്. അള്ളാഹുവിനെ അറിഞ്ഞവനെ നെൽപ്പാടം കണ്ടാലും നിസ്കാരം തന്നെയാണ്. അങ്ങനെ പിന്നെ തിരിച്ചു വന്ന് പിന്നെ 2 മാസം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ നല്ല സ്വർണ്ണവയലുകൾ, സ്വർണം പോലെ ഇലകൾ ഒക്കെ കതിരായി ഇങ്ങനെ കൊയ്യാനായിട്ടുണ്ട്. ഓ, എന്താ അതിൻ്റെ ഭംഗി! സ്വർണം പോലെയുള്ള സ്വർണ്ണപ്പാടങ്ങൾ, മനോഹരമായ സ്വർണ്ണപ്പാടങ്ങൾ. ആ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ പോയാൽ നമ്മളെ ഒരു നാട്ടിൽ ഇഷ്ടം പോലെ ഒരു കാലത്ത് കണ്ടിരുന്നു. ഇപ്പോൾ അത് അത്ര നമ്മുടെ നാട്ടിൽ കാണൂല, അപൂർവമായിട്ടല്ല, ചില പ്രദേശങ്ങളിലല്ലാതെ. ആ പാലക്കാട് ഭാഗങ്ങളിലെ ചില യാത്രകളിലൊക്കെ ഞാൻ നിന്നിട്ട് തന്നെ നോക്കാറുണ്ട്. അല്ലോ, എന്തൊരു ഭംഗിയാണ് നെൽപ്പാടങ്ങൾ! ചില സന്ദർഭത്തിൽ പച്ചയായ അറ്റമില്ലാത്ത ലോകങ്ങൾ കാണും. ചിലപ്പോൾ നല്ല സ്വർണ്ണപ്പാടങ്ങൾ മനോഹരമായി കൊയ്ത്തായി കാത്തുകിടക്കുക, കൊയ്ത്തുകാരികളെ കാത്തുകിടക്കുകയാണ് പാടങ്ങൾ. എന്താ അതിൻ്റെയൊക്കെ ഒരു ഭംഗി! അതിൻ്റെ എല്ലാം അതൊക്കെ എന്തൊരു സന്തോഷം, എന്തൊരു ഭംഗി! അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നെൽപ്പാടം കണ്ടാലും നിസ്കാരം തന്നെയാണ്, അവന് ഏത്തപ്പാടം കണ്ടാലും നിസ്കാരം തന്നെയാണ്, അവന് ഫ്രൂട്ട്സ് കട കണ്ടാലും നിസ്കാരം തന്നെയാണ്, അവനൊരു ആശുപത്രി കണ്ടപ്പോൾ അതും നിസ്കാരം തന്നെ. എന്തുകൊണ്ട്? അല്ലാഹ്, എനിക്ക് അതിൽ കയറേണ്ട ഒരു പ്രശ്നം ഇപ്പം ഇല്ലല്ലോ. ഞാൻ ആരോഗ്യം വന്നാലും അൽഹംദുലില്ലാഹ്, എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യന്മാർക്ക് അറിയിച്ചു കൊടുത്ത് തൗഫീഖ് കൊടുത്തോണ്ടല്ലേ ഡോക്ടർ ഉണ്ടായതുകൊണ്ടല്ലേ രോഗം മാറുന്നത്. അവരല്ലേ ഇതിന് നിമിത്തമായത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്നതെങ്കിലും അല്ലാഹു തആല ചെയ്തു തരുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഡോക്ടർ ഉണ്ടായത്, മരുന്നുണ്ടായത്. അൽഹംദുലില്ലാഹ്. ഒരു പാലത്തിൽ കയറി, അൽഹംദുലില്ലാഹ്, പുഴ ഇക്കര അക്കര, പാലല്ലെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെയാ ഈ പാലമുണ്ടായത്? മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം കൊടുത്തു. പിന്നെ പാലമാക്കാനുള്ള നിഅമത്തുകൾ, കമ്പി ഭൂമിയുടെ അടിയിൽ നിന്ന് ഇരുമ്പെടുക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തു. ഭൂമിയിൽ തന്നെ റോക്സ് ഒക്കെ പൊട്ടിച്ചിട്ട് സിമന്റ് ആക്കണം, കെമിക്കൽ കുഴച്ച് സിമന്റ് ആക്കാനുള്ള സൗകര്യം അല്ലാഹു ചെയ്തു കൊടുത്തു. പാറ പൊട്ടിക്കാനുള്ള വിധം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ട് ക്രഷർ മെറ്റലുണ്ടാക്കി.
പിന്നെ സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ നാല് ഫറോക്ക് പുഴ എന്നൊക്കെ പറഞ്ഞാൽ അടിയൊഴുക്ക് ഏറ്റവും കൂടുതലുള്ളൊരു പുഴയാണ് ഫറോക്ക് പുഴ. ആ ഫറോക്ക് പുഴയുടെ നടുവിൽ അവിടെ എത്തുമ്പോൾ ചിന്തിക്കണ്ടേ നമ്മൾ ആ പാലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എങ്ങനെ ആയിരിക്കും ആ പാലം ഉണ്ടാക്കിയത്, മനുഷ്യർക്ക് അല്ലാഹു കൊടുത്ത കഴിവുകൾ. ഇപ്പം ഇവിടെ പാലമുണ്ട് അൽഹംദുലില്ലാഹ്. മനുഷ്യർക്ക് ഈ നിഅമത്തുകളൊക്കെ അല്ലാഹു നൽകിയില്ലേ, ചിന്ത നൽകി, വിഭവങ്ങൾ കൊടുത്തു, ഭൂമിയിലെ വസ്തുക്കളെടുത്ത് ഉപയോഗിക്കാനുള്ള അറിവ് കൊടുത്തു, ആ വിഭവങ്ങളെ സൗകര്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടല്ലേ പാലം ഉണ്ടായിരുന്നു. അപ്പൊ പാലത്തിൽ കയറുകയാണ് അൽഹംദുലില്ലാഹ്. ഇല്ലെങ്കിലോ അപ്പുറത്ത് കിടക്കാൻ കഴിയും. അത് വേറെ നാട്, ഇത് വേറെ നാട്, അങ്ങോട്ട് പോകാൻ കഴിയുമോ? അൽഹംദുലില്ലാഹ്. എന്തൊക്കെയാണ് അൽഹംദുലില്ലാഹ്. ഇത് തനി പ്ലാസ്റ്റിക് ആണ്, തനി പ്ലാസ്റ്റിക്. എന്തൊക്കെയോ തനി പ്ലാസ്റ്റിക്കുകളും തനി പെട്രോളിയം ഉൽപ്പന്നങ്ങളും. ഇതാണല്ലോ ഈ കാണുന്ന സാധനം. ഇതിൽ ഞാനൊന്നിങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ ഒരു 10 വട്ടം അടിച്ചു. അമേരിക്കയിലുണ്ട് എൻ്റെ ഒരു ബന്ധു, അവൻ്റെ ഫോണിൽ കൃത്യമായി റിങ് ചെയ്തു. എന്ത് അതിനിടയിലോ നമ്മൾ കാണുന്ന ഒരു ബന്ധമില്ല. അപ്പോൾ ഈ വായുവിനെ പരസ്പരം ബന്ധപ്പെടുത്തി അള്ളാഹുവിൻ്റെ ബന്ധം എത്രയാണ് നിങ്ങൾ ചിന്തിക്കുക. നിസ്കാരത്തിന്റെ റക്അത്ത് എണ്ണാൻ കഴിയും, സുജൂദിന്റെ എണ്ണം എണ്ണാൻ കഴിയും, അതിൽ ചെയ്യുന്ന ദിക്റുകൾ എണ്ണാൻ കഴിയും. പക്ഷേ നിഅമത്തുകൾ എണ്ണി തീർക്കാൻ കഴിയുകയില്ല. നിഅമത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയാ ഖുർആൻ ഭൂമിയിൽ വന്നത്. നിഅമത്തെ പഠിക്കേണ്ടത് ഒന്നാമത്തെ ആയത്ത് നിഅമത്ത് ഓർമ്മപ്പെടുത്തുക, രണ്ടാമത്തെ ആയത്ത് നിഅമത്ത് ഓർമ്മപ്പെടുത്തുക, മൂന്നാമത്തെ ആയത്ത് നിഅമത്ത് ഓർമ്മപ്പെടുത്തുക, നാലാമത്തെ ആയത്ത് നിഅമത്ത് ഓർമ്മപ്പെടുത്തുക, അഞ്ചാമത്തെ ആയത്ത് നിഅമത്ത് ഓർമ്മപ്പെടുത്തുക, ആറാമത്തെ ആയത്ത് നിഅമത്ത് ഓർമ്മപ്പെടുത്തുക, ഏഴാമത്തെ ആയത്ത്. 2 വിഭാഗമാണ്, നിഅമത്തിനെ ഓർമ്മപ്പെട്ടവരും നിഅമത്തിനെ ഓർമ്മപ്പെടാത്തവരും. നമ്മൾ കുറച്ചു കാലമായിട്ട് നിഅമത്തിനെ ഓർമ്മപ്പെടാത്ത കൂട്ടരാ. ഒക്കെ നിഅമത്തിനെതിരെ പറയാ. എന്നിട്ട് പറയാ റമളാൻ കഴിഞ്ഞു എൻ്റെ കുട്ടി അങ്ങനെ തന്നെയായിരുന്നു, എൻ്റെ കുട്ടി പോട്ടെ, നീ എങ്ങനെയാ? നീ റമളാനിലെ പുണ്യത്തിന്റെ പൂക്കാലം വിചാരിച്ചത് 1-ന് 10, 10-ന് 100, 100-ന് 10,000 വിചാരിച്ച് നിസ്കരിച്ചു എന്നല്ലാതെ ഇത് അള്ളാഹുവിന്റെ നിഅമത്തിനെ ശുക്രാൻ ചിന്തിച്ചിട്ടുണ്ടോ? റമളാൻ കഴിഞ്ഞാൽ റമളാൻ കഴിയില്ലല്ലോ, ഇത് കയ്യിലെടുത്ത റമളാൻ പോലെ തന്നെയല്ലേ. അള്ളാഹുവിന്റെ നിഅമത്താണ്, ഇതിന്റെ റബ്ബിന്റെ നിഅമത്താണ്, ഇതിന്റെ റബ്ബിന്റെ നിഅമത്താണ് എന്ന ബോധത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ ഓർക്കുന്ന ഒരു അടിമ ഇതിന്റെ റബ്ബിന്റെ നിഅമത്താണ് എന്ന ഒരു ചിന്തയോട് കൂടി അവന്റെ കയ്യിൽ, അവന്റെ മൊബൈൽ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചാൽ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ചെയ്ത നിഅമത്താണ്, ആ നിഅമത്താണ് എന്ന ബോധത്തോടു കൂടി ഒരു മനുഷ്യൻ അവന്റെ മൊബൈൽ കയ്യിൽ പിടിച്ചാൽ അത് നിസ്കാരം പോലെ തന്നെയാണല്ലോ, അത് ഇബാദത്തല്ലേ. അപ്പോൾ ഒരു മുഅ്മിനായ ആരിഫായ മനുഷ്യന് സലാം വീട്ടുക എന്നുള്ളത് ഉണ്ടാവുകയില്ല. അവന് എന്താണെങ്കിലും നിഅമത്താണ്. അവൻ ചായക്കട കണ്ടാലും നിസ്കാരം തന്നെയാണ്, പാടം കണ്ടാലും നിസ്കാരമാണ്, നെൽകൃഷി കണ്ടാൽ നിസ്കാരമാണ്, വാഴക്കൃഷി കണ്ടാൽ നിസ്കാരമാണ്, എണയെ കണ്ടാൽ നിസ്കാരമാണ്, ഒരു മത്സ്യ മാർക്കറ്റിൽ പോയാൽ പോലും നിസ്കാരം തന്നെ. എന്തുകൊണ്ട്? എല്ലാം നിഅമത്താണ്. അവൻ നിഅമത്തിനെ കണ്ടുകൊണ്ടേയിരിക്കാം. നിഅമത്താണ് അവന് സലാം. ആരിഫ് സലാം വീട്ടുകയില്ല. ആരിഫ് സലാം വീട്ടിയാലും നിസ്കാരം തന്നെയാണ്. ആരിഫിന് ലൈലത്തുൽ ഖദർ ഇല്ലാത്ത ദിവസമില്ല. നമ്മൾ ഈ ഇല്ലായ്മയും വല്ലായ്മയും പറയുന്നത് നിർത്താതെ ഒരിക്കലും നമുക്ക് മനസ്സറിഞ്ഞ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. ഇതതിൻ്റെ ഒന്നാം ഭാഗമാണ്. ഇതിന് രണ്ടാം ഭാഗം വീണ്ടും ഞാൻ അടുത്ത ക്ലാസ് പറയും. നമുക്ക് നന്നാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താ നന്നാവണമെങ്കിൽ അള്ളാഹു ചെയ്താത്തതല്ല ഓർക്കേണ്ടത്, അള്ളാഹു ചെയ്തത് ഓർക്ക്. ഇനി ശക്കർത്തും ലഅസീദന്നക്കും. നിങ്ങൾ നന്ദി ചെയ്താൽ കൂട്ടിത്തരും. നന്ദി ഉണ്ടാ ഏതാണ് ഏറ്റവും വലിയ നന്ദി? എന്താ? അവൻ ചെയ്ത നിഅമത്തിനെ ഓർക്കലാണ് നന്ദി. യാ ബനി ഇസ്രായീല റുക്റു, നിങ്ങൾ ഓർക്കുവേൻ, അതാണ് നന്ദി. എന്താ ചെയ്യേണ്ടത്? ഈ മനുഷ്യന്മാർ ഈ ഹജ്ജും ചെയ്ത് നിസ്കരിച്ചും ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് പായുന്ന നമ്മൾ, ഇങ്ങനെ പായാത്തവരും പായുന്നവരും ഒരു വ്യത്യാസമില്ല. നിസ്കരിക്കാൻ പോകുന്നവരും നിസ്കരിക്കാൻ പോകാത്തവരും 90% അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർത്തല്ല ഒരു പണി ചെയ്യുന്നത്. അതിൽ നമ്മൾ പരാജയമാണ്. അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർക്കുക എന്ന ചിന്തയില്ല. എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ യാ ബനി ഇസ്രായീല റുക്റു, നിങ്ങൾ എന്റെ നിഅമത്തിനെ ഓർക്കുകയും നിങ്ങൾ നന്ദി ചെയ്താൽ കൂട്ടിത്തരും. ആദ്യം എന്താ ചെയ്യേണ്ടത്? എന്താ? അള്ളാഹു തആല കൂട്ടിത്തരണമെങ്കിൽ എന്താ വേണ്ടത്? നന്ദിയാണ്. എന്താ നന്ദി? നിഅമത്തിനെ ഓർക്കുക. നിഅമത്തിനെ ഓർക്കുക. ഒന്നും ചെയ്യണ്ട, നിഅമത്തിനെ ഓർക്കുക. നമ്മൾ അഭിമുഖീകരിക്കുന്നത് മുഴുവൻ അള്ളാഹുവിന്റെ നിഅമത്തല്ലേ. ഞാനൊരു കൊച്ചു മുറിയിലാണ്, ഈ കൊറോണ കാലമായതുകൊണ്ട് കൊച്ചു മുറിയിൽ ഇരുന്നാണ് നിങ്ങളോട് ഈ പ്രഭാഷണം നടത്തുന്നത്. കോടാനക്കോടി അനുഗ്രഹങ്ങളുടെ പ്രദേശയിലാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത്. ഈ കൊച്ചു മുറിയിൽ കോടാനക്കോടി അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ ഇരുന്നിട്ടാണ് ഞാൻ വയൽ പറയുന്നത്. ഞാനത് ആസ്വദിക്കാൻ, ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ കൂലി വാങ്ങുക. പക്ഷെ കൂലി വാങ്ങണമെങ്കിൽ എനിക്കെങ്ങനെ കൂലി കിട്ടുക? കൂലി കിട്ടണമെങ്കിൽ ഞാൻ എന്ത് വേണം? ഈ സൗകര്യം അള്ളാഹു ചെയ്തു തരണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെ ഞാൻ നിങ്ങത് എത്തിക്കും? ഈ
കൊറോണ കാലത്ത് ഈ കൊച്ചു മുറിയിൽ ഇരുന്നിട്ട് ഞാനിതാ ഈ പ്രസന്റേഷൻ നിങ്ങളെ മുന്നിൽ വെക്കുമ്പോൾ കോടി അനുഗ്രഹങ്ങളെ പറുദീസയാണ് ഈ കൊച്ചുമുറി. അപ്പോൾ ഒരു വീട്ടിലെ അനുഗ്രഹങ്ങൾ എത്ര ഉണ്ടാവും, അപ്പോൾ ഒരു വളപ്പിലെ അനുഗ്രഹം എത്ര ഉണ്ടാവും, അപ്പോൾ ഒരു മനുഷ്യൻ്റെ അനുഗ്രഹം എത്ര ഉണ്ടാവും, അപ്പോൾ ലോകത്തെ അത്ഭുതമായ നിന്നിലും എന്നിലുള്ള അനുഗ്രഹം എത്ര ഉണ്ടാവും. ഒരു മനുഷ്യൻ അനുഗ്രഹത്തിന് ഓർത്താൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ മരണം വരെ അൽഹംദുലില്ലാഹ് പറഞ്ഞാലും അൽഹംദുലില്ലാഹ് അവസാനിക്കും. നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തീർക്കാൻ കഴിയൂല. അത്ര വലിയ ആ അനുഗ്രഹത്തിന് ഓർക്കലാണ് നിഅമത്ത്. നന്ദി. അല്ലാഹു തആല പറഞ്ഞു, യാ ബനി ഇസ്രായീൽ അദ്കുറു, നിങ്ങൾ ഓർക്കുകയും. നമ്മൾ ഏതൊരു സദസ്സ് കൂടിയാലും നാലാളെ കണ്ടാലും അള്ളാഹു ചെയ്യാത്തതാ പറയാ, ചെയ്തത് പറയില്ല. അള്ളാഹു എനിക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയില്ല, ചെയ്യാത്തത് പറയും. എനിക്കത് കിട്ടിയില്ല, എനിക്കത് ഇങ്ങനെയാ, എനിക്ക് അങ്ങനെ വേദന, ഈ കാല് വേദനയാന്ന് പറയും. ഈ കാല് കൊണ്ട് 19 കൊല്ലം കുതിര കളിച്ച് നടന്നു, അത് പറയില്ല. എല്ലാ കളിയും കളിച്ചോ പറയും. ഇപ്പൊ ഈ കയ്യിൽ കഴപ്പാന്ന് പറയും. ഈ കൈ കൊണ്ട് ഹലാലും ഹറാമും അള്ളാഹിനെ ധിക്കരിച്ച് ചെയ്തു, അത് ഓർക്കൂല. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് ചെയ്തെന്നൊന്നും ഓർക്കൂല. ചിന്തിക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ അറിയാതെ നമുക്ക് ശവ്വാൽ റമളാൻ പോലെ ആക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ അറിയണം. അള്ളാഹിനെ അറിയണമെങ്കിൽ അള്ളാഹിനെ നമുക്ക് അറിയണം. അല്ലെങ്കിൽ റമളാൻ കഴിഞ്ഞാൽ ഓഫാവും. 90% റമളാൻ കഴിഞ്ഞാൽ ഓഫായി. എന്തുകൊണ്ട്? അള്ളാഹ് നിഅമത്തിനെ പറ്റി പോതല്ലേ. അള്ളാഹിന്റെ നിഅമത്തിനെ അറിയാതെ അള്ളാഹിനെ അറിയാൻ ഇവിടെ ഒരു വഴിയും ഇല്ല. എന്ത് വഴിയാണുള്ളത്? അള്ളാഹുവിന്റെ നിഅമത്തിനെ അറിയാതെ അള്ളാഹുവിനെ അറിയാൻ എന്ത് വഴിയാണുള്ളത്? അള്ളാഹുവിനെ അറിയാൻ ഒരൊറ്റ വഴിയുള്ളത് അള്ളാഹിന്റെ നിഅമത്തിനെ അറിയലാണ്. അള്ളാഹു നിഅമത്തിനെ അറിഞ്ഞവൻ അള്ളാഹിനെ അറിയും. അള്ളാഹിന്റെ നിഅമത്തിലൂടെ സഞ്ചരിക്കുക. ഇതിന് 2ാം ഭാഗം പറയും. ഇതിന് 2ാം ഭാഗമുണ്ട്. അള്ളാഹുവിനെ അറിയുക. അള്ളാഹുവിനെ പറ്റി പറയുന്നതിനേക്കാൾ വലിയൊരു ആനന്ദമില്ല. അള്ളാഹുവിനെ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു ആനന്ദമില്ല. അത് വലിയ ആനന്ദമാണ്. ഒരു പ്രഭാതത്തിൽ എണീറ്റ് ഒരു അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന, എന്തൊരു ചന്തം, എന്തൊരു മനോഹാരിത. اللهم ما أصبح بي من نعمة أو بأحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر. ഇതിൽ ആനന്ദം എത്രയാണ്! അള്ളാഹുവേ, നീ എന്നിൽ നിക്ഷേപിച്ച, അല്ലെങ്കിൽ സകലമാന സൃഷ്ടികൾ നിക്ഷേപിച്ച അനുഗ്രഹം നീ മാത്രമാണ് തന്നത്. അള്ളാഹു, നിനക്കാണ് നന്ദി, നിനക്കാണ് സർവസ്തുതി എന്ന് പറയുന്ന ആ ഒരു ഭാഷയുടെ ചെയ്തോഹാരിത എത്രയാണ്! അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിനെ നിഅമത്ത് അറിയണം. നമ്മൾ ഈ വായി തോന്നിയ കുറെ കൊല്ലങ്ങളായി പുറകോട്ട് സഞ്ചരിക്കുന്ന നമ്മൾ 3 ദിവസമൊക്കെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കാത്ത ദിവസങ്ങളാണ് ഞങ്ങൾക്ക്. 2 മാസം തീ കത്തിക്കൂല വീട്ടിൽ. 2 മാസം തീ കത്തിക്കൂല വീട്ടിൽ. ആര് പറഞ്ഞു? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. ഒരാൾ ചോദിച്ചാൽ എന്ത് പറയും? അൽഹംദുലില്ലാഹ്, അല്ലാഹു കരീം. നമ്മൾ ഇന്ന് ബീഫും കൂട്ടിയിട്ട് മര്യാദക്ക് നാസ്താക്കിയിട്ടുണ്ട്, ആഴ്ച കഴിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നല്ല സമൃദ്ധമായ ഒരു അടിപൊളി ഒരു ഡിന്നർ കഴിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചക്ക് നല്ല സമൃദ്ധമായ ഒരു 3, 4, 5, 8 കൂട്ടാൻ കൂട്ടിയിട്ട് നല്ല സമൃദ്ധമായ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. ഒരാൾ ചോദിച്ചാൽ എന്ത് പറയും? അതൊക്കെ അങ്ങനെ പോകണമെന്നല്ലാതെ, അങ്ങനെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകണമെന്നല്ലാതെ, കുറേ തിന്നണ കക്കൂസ് പോകണം, അങ്ങനെ ദിവസങ്ങളാണ് കഴിഞ്ഞു പോകണമെന്നല്ലാതെ ഒന്നുമില്ല എന്നും പറയും. അവർ 2 മാസം അടുപ്പിൽ നീ കത്തിച്ചിരുന്നില്ല. അസ്ഹാബ് റസൂലില്ല, മുത്ത് റസൂലുള്ളാഹിന്റെ കുടുംബവും ബാക്കിയുള്ള സ്വഹാബികളും. ഒരു മനുഷ്യൻ ചോദിച്ചാലും കണ്ടാലും എന്ത് പറയും? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. മനസ്സറിഞ്ഞ് പറയാം. ഒരാൾ നാടകമായി പറയല്ല. അള്ളാഹു ചെയ്ത നിഅമത്തിനോ ഇതന്നെ. എന്നിട്ട് നമ്മൾ ഈ 4 റക്അത്ത് കൊണ്ട് അവരിലേക്ക് ഒപ്പിക്കുക. അതെങ്ങനെ നമ്മളെ 4 റക്അത്തും അവർ 4 റക്അത്ത് ഒക്കുക? നമ്മൾ 4 റക്അത്ത് കൽപ്പനയോട് ചെയ്യാണ്, അവരെ 4 റക്അത്ത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാണ്. നമുക്കിനി ശുക്ർ ചെയ്യാൻ നമ്മളെ മനസ്സിലൊന്നുമില്ല. ശുക്ർ ചെയ്യാൻ അള്ളാഹു വല്ലതും ചെയ്തു തരണ്ടേ നമ്മൾ വിചാരിക്കുന്നത്? അള്ളാഹു താനെ വല്ലതും ചെയ്തു തന്നാലല്ലേ നന്ദിയ. ഇനിയിപ്പോൾ എൻ്റെ അള്ളാഹ് ചെയ്തു തന്നത് എവിടെയപ്പോൾ നമ്മളുള്ളത്? എങ്ങനെ നന്നാവുക? അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് റമളാൻ ഒരു ആട്ടാണ്. റമളാൻ കഴിഞ്ഞ് ഓഫായി, 90% ഓഫായി. 90% റമളാൻ കഴിഞ്ഞപ്പോൾ ഓഫായി. പഠിച്ചോരും ഓഫായി, പഠിക്കാത്തവരും ഓഫായി. പഠിച്ചോരും ഓഫായി, നല്ലൊരു ശതമാനം പഠിച്ചോര് വരെ ഓഫായി. എന്തുകൊണ്ട്? റമളാനിൽ അങ്ങനെ ഖുർആൻ ഓതി അർത്ഥം തീർത്തൊക്കെ കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞു ഓഫായി. ൂല. എന്താ വിഷയം? അള്ളാഹുവിനെ അറിയാല. കൊറോണ കാലത്ത് വന്നു 2-3 മാസമായിട്ട് ദ്വാർന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരമില്ല. ഈ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞു, നിനക്ക് ഉത്തരം നീ പറഞ്ഞ ഡേറ്റിൽ തരണമെന്ന് അള്ളാഹ് കൊലവാശിയുണ്ടോ? നിനക്ക് അള്ളാഹ് ഉത്തരം തന്നിട്ടില്ല എന്നെങ്ങനെ എനിക്ക് പറയാ? അല്ല മനുഷ്യ, നിന്റെ ഇതിലെയും കൊറോണയുടെ വൈറസുകൾ എത്ര കടന്നു പോയിട്ടുണ്ടാവും. നിന്റെ മൂക്കത് കയറിയില്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയും. നിന്റെ അതിൽ എത്ര കൊറോണ വൈറസ് കടന്നുപോയി, ഇതിലെത്ര കടന്നുപോയി. കൊറോണ ഉള്ള എത്ര ആളുകളെ നീ കൈപിടിച്ചു, നിന്റെ മൂക്കിലൂടെ കയറിയില്ല, അൽഹംദുലില്ലാഹ്. നീ മൂക്കിൽ കയറി തന്നെ വെക്കുക. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും നെഗറ്റീവായില്ലേ മനുഷ്യന്മാര്? ഈ കൊറോണ ബാധിച്ചവർ മുഴുവനും മരിക്കുകയാണെങ്കിൽ ഇവിടെ മയ്യത്തോണ്ട് എന്താ ചെയ്യുക? എന്നിട്ട് പറയാണ് എൻ്റെ 2-3 മാസമായിട്ട് അള്ളാഹു തആല ഉത്തരം തരണില്ല. നീ ഞാനൊക്കെ പറയുന്നതിന് ഉത്തരം തരുന്ന പണിയാണല്ലോ അള്ളാഹു തആലക്ക്.
എങ്ങനെ ഉത്തരം തന്നില്ല എന്ന് പറയാം? ഉത്തരം തന്നില്ല എന്ന് എങ്ങനെ പറഞ്ഞു? അപ്പൊ ഈ ചിന്തയിലെ മോശം എത്രയാണുള്ളത്? ഉത്തരം തന്നില്ല, എങ്ങനെ ഉത്തരം തന്നില്ല എന്ന് പറയാം? ഒരു ദിവസം എത്രയേറെ തവണ അള്ളാഹു ഉത്തരം തന്നിട്ടുണ്ടാവും, എത്ര തവണ അള്ളാഹു ഉത്തരം തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ ദൈനംദിനമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കണം? അപ്പൊ അള്ളാഹുവിന്റെ നിഅമത്തിനെ മനസ്സിലാവുന്നേ ഇല്ല. അള്ളാഹ്ക്ക് എന്താ വേണ്ടത്? അള്ളാഹ്ക്ക് വേണ്ടത് യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾ എന്റെ നിഅമത്തിനെ ഓർക്കണം. ഒരു വിഭാഗം ഓർത്തില്ല, അപ്പോൾ അവർ മഗ്ദൂബി അലൈഹിം ളാലീൻ. നമ്മൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം ളാലീൻ പറയും, പക്ഷെ സ്വഭാവം മഗ്ദൂബി അലൈഹിന്റെയും ളാലീനതുമാണ്. പറയുന്ന വാക്കെന്താ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം പോലെ ഞാൻ ആക്കരുത്, മഗ്ദൂബി അലൈഹിം പോലെ ഞാൻ ആക്കരുതേ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം ളാലീൻ പോലെ ഞാൻ ആകരുതേ ളാലീൻ. പക്ഷെ സ്വഭാവോ എന്താ? മഗ്ദൂബി അലൈഹിം ആകാനുള്ള കാരണം, ളാലീൻ എന്താ? ളാലീൻ ആകാനുള്ള കാരണം നിഅമത്തിനെ ഓർത്തില്ല. അല്ലാഹ് എന്താ അവരോട് പറഞ്ഞേ? നിഅമത്തിനെ ഓർക്കണം എന്നാണ്. യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇനി നമ്മൾ ഈ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ നമ്മളോ എന്താ നമ്മളെ പണി? നിഅമത്തിനെ ഓർക്കൂല. നിഅമത്ത് അള്ളാഹു ചെയ്യുന്നുണ്ട് എന്ന ബോധം തന്നെയല്ല. കോടാനക്കോടി നിഅമത്തിൽ അവർ ദിവസം എണീക്കുന്നത് അൽഹംദുലില്ലാഹ് എന്നറിയില്ല. അള്ളാഹുവിന്റെ നിഅമത്തിനെ അറിയാതെ അള്ളാഹിനെ അറിയാൻ ഒരു വഴിയും ഇല്ല. ഇതിന് രണ്ടാം ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയും. അൽ ഫാത്തിഹ.